കടന്നു വന്നോട്ടെ. Hebrews chapter 10 verses 38 and 39 and followed by chapter 12 first 2 verses. എബ്രായലേഖനം 10-ാം അധ്യായം 38 39 വാക്യങ്ങളും എബ്രായലേഖനം 10-ാം അധ്യായം 38 39 വാക്യങ്ങളും അതുപോലെ എബ്രായലേഖനം 12-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങളും. എബ്രായർ 12 1-2 വായിക്കുന്നതിന് മുൻപ് എബ്രായർ 10 38 39 വാക്യങ്ങൾ. നാം ഇന്ന് കേൾക്കുന്ന സബ്ജക്റ്റ് ഇതാണ്, തലക്കെട്ട് മറ്റൊന്നാണ്. സബ്ജക്റ്റ് ഇതാണ്, യേശു കർത്താവ് അതെ വിശ്വാസ വീരന്മാരെക്കാൾ വലിയവൻ. യേശു കർത്താവ് വിശ്വാസ വീരന്മാർ മീനിങ് ഹീറോ പലതിൽ ഹീറോയുണ്ട്. ഫുട്ബോളിൽ മെസ്സി ഹീറോയാണ്, ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ ഹീറോയാണ്. സ്തോത്രം. മൈക്കൽ ജോർഡൻ നല്ല ഉയരമുള്ള ഒരാൾ ബാസ്കറ്റ് ബോളിൽ തൻ ഹീറോയാണ്. പിണറായി വിജയൻ കമ്മ്യൂണിസത്തിൻ്റെ ഹീറോയാണ്. സനാതന ധർമ്മത്തിൽ നരേന്ദ്രമോദി ഹീറോയാണ്. പക്ഷേ യേശു കർത്താവ് ഈസ് ദ ചാമ്പ്യൻ ഓഫ് കാൽവരി. ഹല്ലേലൂയ. വിശ്വാസ വീരന്മാരെക്കാൾ യേശു വലിയവനാണ്. എബ്രായലേഖനം 10-ാം അധ്യായം 38 39 ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് പകലുള്ളതായി ഈ ദൂതിൻ്റെ പെനിട്രേഷൻ, ഈ ദൂതിൻ്റെ റിസൾട്ട് ഈ ഹാളിൽ, ഈ പട്ടണത്തിൽ മാത്രമല്ല, ആകാശ മണ്ഡലങ്ങളിൽ ഇന്ന് പകൽ വലിയ മാറ്റങ്ങളും ചലനങ്ങളും കർത്താവ് സൃഷ്ടിക്കാൻ പോകുകയാണ്. എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഇന്ന് പകൽ ഈ തലസ്ഥാന നഗരിയിൽ പെയ്തിറങ്ങുന്ന വചന വെളിപ്പാട് ഭൂമിയെ നോക്കി സഭയെ നോക്കി മാത്രമല്ല, പകരം പെനിട്രേറ്റിംഗ് ടു ദ പ്രിൻസിപ്പാലിറ്റീസ്, ആകാശ മണ്ഡലങ്ങളിൽ ബോംബ് വീഴുന്നത് പോലെ അന്ധകാര മണ്ഡലങ്ങളിൽ വലിയ ചലനം, വലിയ ബ്രേക്ക് ത്രൂ ദൈവകൃപയാൽ വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ വീണ്ടും ചോദിക്കുന്നു. കമോൺ, ഏവരും പ്രാർത്ഥിച്ചിടുന്നാട്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം വളരെ ആവശ്യമാണ്. ഇതൊരു സാധാ പ്രസംഗമാകല്ല്, പകരം ദൈവകൃപയാൽ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ നോട്ട് എഴുതുന്നവരായിരിക്കാം, നിങ്ങൾ സ്തുതിക്കുന്നവരായിരിക്കാം, അതിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ സ്വർഗീയ അശ്വങ്ങൾ, സ്വർഗീയ രഥങ്ങൾ, അഗ്നിരഥങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ, ഈ ഹാളിൻ്റെ, ഈ അന്തരീക്ഷത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളിലും ഇറങ്ങി നിൽക്കട്ടെ. We don't want a sermon, we don't want a പ്രസംഗം. നമുക്കൊരു പ്രസംഗമല്ല വേണ്ടിയത്, ദൈവത്തിൻ്റെ ശബ്ദമാണ് നമുക്ക് വേണ്ടിയത്. കേട്ടവർ ആമേൻ പറഞ്ഞ ആ വാക്യം വായിച്ചാട്ടെ. എബ്രായലേഖനം 10-ാം അധ്യായം 38 39 വാക്യങ്ങൾ. കമാൻ. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദം ഇല്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞേ. കടന്നു വന്നേ 12-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ കൂടെ. എബ്രായലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. റെഡി? ശബ്ദമുയർത്തി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ശക്തിയോടെ വായിച്ചാട്ടെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. റിയലി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തെ വലത് ഭാഗത്തിരിക്കുകയും ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഈ പകൽ കേരളം കേൾക്കട്ടെ. നാം കേൾക്കുന്നതായ ദൂതിൻ്റെ തലക്കെട്ടിതാണ്, തമ്പുരാൻ. തമ്പുരാൻ. അതിന് സിമിലറായ വേറെ എന്തെങ്കിലും കേട്ടെങ്കിൽ അത് എരിയാൻ പോവാ.
തമ്പുരാൻ എൻ്റെ ഹീറോ. പറ, തമ്പുരാൻ എൻ്റെ ഹീറോ. അമേരിക്കൻ ഐക്യനാട് ഉൾപ്പെടെയുള്ളതായ ലോകരാജ്യങ്ങളിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ പല മ്യൂസിയംസ്, പല മോണിമെന്റ്സ് നിങ്ങൾക്ക് സ്തോത്രം ഹാൾ ഓഫ് ഫെയിം ആയി കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ചില മ്യൂസിയംസിൽ, ചില ഹാളുകളിൽ പ്രസിഡന്റുമാരുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് അവർ ധാരാളമായി പറയുന്നു. രാജാക്കന്മാരുടെ വിജയങ്ങളെക്കുറിച്ച്, അവർ യുദ്ധങ്ങളിൽ ജയിച്ച പ്രദേശങ്ങളെ, രാജ്യങ്ങളെ കീഴടക്കിയതിനെ കുറിച്ച് പറയുന്നു. സ്പോർട്സിനെ കുറിച്ചുള്ളതായ ഹാൾ ഓഫ് ഫെയിം പ്രസിദ്ധരുടെ നീണ്ട നിര നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കാലിഫോർണിയ, ഹോളിവുഡിൽ കടന്നുപോയാൽ സിനിമാ താരങ്ങളുടെ വലിയൊരു നീണ്ട നിരയെ ഓർമ്മിപ്പിക്കുന്നതായ ഹാൾ ഓഫ് ഫെയിം നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. സോ സ്പോർട്സ് ആകട്ടെ, ഓട്ടോമൊബൈൽ ആകട്ടെ, ചരിത്രങ്ങളാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ബിസിനസ്സുകാരാകട്ടെ, സ്തോത്രം ലോകത്തിൻ്റെ വിവിധ ക്രമത്തിലുള്ളതായ തോറ്റവരല്ല, മുറിവേറ്റവരല്ല, പിന്മാറിയവരല്ല, പകരം ജയിച്ചവർ, അവിടെ ജീവിതത്തിൻ്റെതായ സക്സസിൻ്റെ നെറുകെ എത്തിയവരുടെ ഹാൾ ഓഫ് ഫെയിം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് പകൽക്കാലം എബ്രായർ 10 അവസാന വാക്യത്തിനും എബ്രായർ 12 ആദ്യത്തെ 2 വാക്യത്തിനും ഇടയ്ക്ക് ഒരു സാൻഡ്വിച്ച് പോലെ ഇടയ്ക്ക് ഒരു അധ്യായമുണ്ട്. അതാണ് ഈ എബ്രായ ലേഖനം 11 അധ്യായം. ആ എബ്രായ ലേഖനം 11 അധ്യായം, which is the hall of fame, അതും പ്രസിദ്ധരുടെ, നേടിയവരുടെ, ജയിച്ചവരുടെ ഒരു കൂട്ടമത്രേ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 11 അധ്യായം തോറ്റവരുടെ ഒരു നിരയല്ല കാണുന്നത്. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർ പകുതി വഴിയിൽ വെച്ച് ആയുധം വെച്ച് കീഴടങ്ങിയവർ അല്ല, പകരം അവർ ജയിച്ചവരാണ്, അവർ നേട്ടം കണ്ടവരാണ്, അവർ വിടുതൽ അനുഭവിച്ചവരാണ്. യെസ്, അവരുടെ ജീവിതത്തിൽ അവർ ജയിച്ചതല്ല, ദൈവം അവരെ ജയിപ്പിച്ചതാണ്. ഇന്ന് പകൽ നല്ല വിശേഷമായി പറയട്ടെ, അവരെ ജയിപ്പിച്ച കർത്താവ് നിന്റെ അപ്പനാണ്. അവനെ ജയിപ്പിച്ച കർത്താവ് നിന്റെ അപ്പനാണ്. അവൻ നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല, അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ഇന്ന് പകൽ നിന്റെ ഇടതും വലതും മുൻപിലും പിൻപിലും ഒരാൾ ഇരിക്കുന്നതിനേക്കാൾ അനുകൂലസ്ഥനായി, അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ നിന്റെ അപ്പനാണ്, നീ അവൻ്റെ മകനാണ്, നീ അവൻ്റെ മകളാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. വേദപുസ്തകം പറയുന്നു, ദൈവത്തിൽ അവിശ്വാസമില്ല, ദൈവം വിശ്വാസത്തിൻ്റെ ദൈവമാണ്. എബ്രായ ലേഖനം 11 അധ്യായം മാത്രമല്ല, അതിന് മുൻപ് അതിൻ്റെ പിൻപിലുമുള്ളതായ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, മേ ബി ലക്ഷക്കണക്കിന് സകല വിശുദ്ധന്മാർ അവരാരും സംശയിക്കുന്നവരല്ല, ഭയന്നവരല്ല, വിശ്വാസികളല്ല, പകരം വിശ്വാസത്തിൻ്റെ വീരന്മാരായിരുന്നു, വിശ്വാസത്തിൻ്റെ ജനമായിരുന്നു. കാരണം നെല്ലിൽ നിന്ന് നെല്ലേ മുളയ്ക്കത്തുള്ളൂ, ഗോതമ്പിൽ നിന്ന് ഗോതമ്പാണ് വരുന്നത്, തെങ്ങിൽ നിന്ന് തേങ്ങയാണ് വീഴുന്നത് പോലെ വിശ്വാസത്തിൻ്റെ ദൈവത്തിൽ നിന്ന് വിശ്വാസികളാണ് ഉളവാകുന്നത്. വിശ്വാസത്തിൻ്റെ കർത്താവിൽ നിന്ന് വിശ്വാസികളാണ് ഉളവാകുന്നത്. നിന്റെ ദൈവത്തിൽ കൺഫ്യൂഷൻ ഇല്ല, ദൈവത്തിൽ നിരാശയില്ല, ദൈവത്തിൽ ഭാരമില്ല, ദൈവത്തിൽ സ്തോത്രം അവിശ്വാസമില്ല. സർവശക്തനായ ദൈവം വിശ്വാസത്തിൻ്റെ നിറകുടമാണ്. ഒരിക്കൽ കൂടെ, സർവശക്തനായ ദൈവം വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. സ്തോത്രം വിശ്വാസത്തിൻ്റെ നിറകുടമാണ്. ദൈവം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം മുഴുവൻ വിശ്വാസമാണ്. ദൈവം എന്തെങ്കിലും ചെയ്താൽ ദൈവം ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന്റെ പ്രതിഫലനവുമാണ്. ഒരിക്കൽ കൂടെ, ദൈവം പറയുന്നത് വിശ്വാസത്തിന്റെ ശബ്ദമാണ്. ദൈവം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. അതുകൊണ്ട് പ്ലീസ് ദയവായി മനസ്സിലാക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ നീ പറയുന്നെങ്കിൽ കൺഫ്യൂഷൻ അല്ല പറയേണ്ടത്. ഇന്ന് മഴ പെയ്യാനോ പെയ്യാതിരിക്കാനോ സാധ്യതയുണ്ട്, നോ പ്രോബ്ലംസ് അല്ല നീ പറയേണ്ടത്, സാഹചര്യമല്ല നീ പറയേണ്ടത്, പ്രശ്നങ്ങളല്ല നീ പറയേണ്ടത്, തോന്നലുകളല്ല നീ പറയേണ്ടത്, പ്രശ്നങ്ങളല്ല നീ പറയേണ്ടത്, തോന്നലുകളല്ല നീ പറയേണ്ടത്, അവിശ്വാസമല്ല നീ പറയേണ്ടത്. നീ പറയേണ്ടത് വിശ്വാസം ആയിരിക്കട്ടെ. കാരണം നീ എന്ത് ഭവിക്കുമോ അതാ, എന്ത് പറയുമോ അതാണ് നീ ഭവിക്കുന്നത്. ചുക്കാൻ ഒരു ചെറിയ വസ്തു എങ്കിലും അത് കപ്പലിനെ നിയന്ത്രിക്കുന്നത് പോലെ, കടിഞ്ഞാണ് ഒരു കുതിരയെ നിയന്ത്രിക്കുന്നത് പോലെ, നിന്റെ നാവാണ് നിന്റെ ഭാവിയെ നിർണയിക്കുന്നത്.
അടുത്ത ദിവസങ്ങളിൽ എന്താണ് നടക്കേണ്ടത്, അടുത്ത നാളുകൾ നിന്റെ ജീവിതം എവിടെയാണ് എത്തേണ്ടത്, അടുത്ത ദിവസങ്ങളിൽ നിന്റെ തലമുറ ഏത് ഷേപ്പിലാണ് നിൽക്കേണ്ടത്, അടുത്ത ദിവസങ്ങളിൽ നിന്റെ വീട്ടിൽ എന്താണ് ഭവിക്കേണ്ടതെന്ന് അങ്ങേതിലെ മന്ത്രവാദി അല്ല തീരുമാനിക്കുന്നത്. നീ തീരുമാനിച്ച് നീ വിശ്വാസത്താൽ വിതയ്ക്കുമ്പോൾ, പറയുമ്പോൾ നീ പറയുന്നതാണ് നിന്നിലും നിന്റെ പ്രിയപ്പെട്ടവരിലും മഞ്ഞുപോലെ മഴ പോലെ പെയ്തിറങ്ങി അത് വിത്തായി മുളച്ചു വരുന്നത് കേട്ടവർ ആമേൻ പറഞ്ഞേ. ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും അത് വിശ്വാസത്തിൻ്റെ ശബ്ദമായിരുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം, റോമർക്ക് ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം വേദപുസ്തകം പറയുന്നു, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എലോഹീം സൃഷ്ടാവാം ദൈവം ഒരു പദാർത്ഥം ഇല്ലാതിരിക്കെ, ഒരു വസ്തുക്കൾ ഇല്ലാതിരിക്കെ വിശ്വാസത്തിന് നിറകുടമായ ദൈവം വിളിച്ചു പറഞ്ഞു, let there be light. വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവം ഇരുട്ടിനെ മാറി നിൽക്കാൻ പറഞ്ഞില്ല, ഇരുട്ടിനെ ഫലസിച്ചില്ല. പകരം ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയവനായ ദൈവത്തിനറിയാം, ഞാൻ പറയുമ്പോൾ ഇരുട്ട് ഉണ്ടാകും, ഞാൻ പറയുമ്പോൾ നക്ഷത്രങ്ങൾ ഉളവാകും. കേൾക്ക്, എലോഹീം പറയുമ്പോൾ നക്ഷത്രങ്ങൾ പറഞ്ഞില്ല നാളെ വരാം. എലോഹീം പറഞ്ഞപ്പോൾ പുല്ലും വൃക്ഷങ്ങളും പറഞ്ഞില്ല അടുത്ത ആഴ്ചയാകട്ടെ. എലോഹീം പറഞ്ഞപ്പോൾ മൃഗങ്ങൾ പറഞ്ഞില്ല അടുത്ത ബഡ്ജറ്റിന് നോക്കാം. ദൈവം കൽപ്പിച്ചു, ആ സെക്കൻഡിൽ അത് എസ്റ്റാബ്ലിഷ് ആയി. ദൈവം പറഞ്ഞു, ദൈവം പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ സ്ഥാപിതമായി. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, ദൈവ ശബ്ദം നീ കേൾക്കുമ്പോൾ നാളെ 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 നീളെ നീളെയല്ല, now is the time and this is the day. come on, കേട്ടവൻ ആമേൻ പറഞ്ഞേ. ദൈവം എന്തെങ്കിലും നിന്നെ നോക്കി പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടല്ല, അടുത്ത സംക്രാന്തിക്കല്ല, അടുത്ത ഈസ്റ്ററിനല്ല, ഇതാകുന്നു ദിവസം, ഇപ്പോഴാകുന്നു സമയം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് അതവർക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞില്ല എന്ന് തിരുവചനം പറയുമ്പോൾ, അവിശ്വാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബുദ്ധിയിൽ വ്യാപരിക്കുന്ന അവിശ്വാസം ഓഫ് ചെയ്യട്ടെ, ആത്മാവിൽ വ്യാപരിക്കുന്ന വിശ്വാസം ഓണാകട്ടെ. നിന്റെ തല, നിന്റെ മൂളയല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്, നിന്റെ ഹൃദയമാണ് നിന്റെ ജീവിതത്തിൽ, സ്തോത്രം, ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. ഹൃദയത്തിലാണ് കർത്താവ്, ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ്, ഹൃദയത്തിലാണ് കൃപാവരങ്ങൾ, ഹൃദയത്തിലാണ് അഭിഷേകം, ഹൃദയത്തിലാണ് വിശ്വാസം എന്ന് വേദപുസ്തകം പറയുമ്പോൾ, ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായി സംസാരിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിക്കുന്നത് വായി സംസാരിക്കുന്നു. ആകാശത്തെ നോക്കി ദൈവം പറഞ്ഞു നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ. ഭൂമിയെ നോക്കി ദൈവം പറഞ്ഞു സ്തോത്രം, വൃക്ഷലതാദികൾ മുളയ്ക്കട്ടെ, മൃഗങ്ങൾ ചലിക്കട്ടെ. ആകാശത്തിൻ്റെ ശൂന്യത മാറ്റിയ ദൈവത്തിൻ്റെ ശബ്ദം, വിശ്വാസത്തിൻ്റെ ശബ്ദം. ഭൂമിയുടെ ശൂന്യതയെ നീക്കിയ ശബ്ദം, വിശ്വാസത്തിൻ്റെ ശബ്ദം. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് കയോസ് ഇല്ല, എംപ്റ്റിനെസ് ഇല്ല, നിനക്ക് പാടില്ല, നിനക്ക് ശൂന്യതയില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് sisters, today in the mighty name above all other name in heaven and earth and under the earth, every chaos and emptiness cancel in Jesus name. എല്ലാ പാടിനെ ശൂന്യതയെ ഇന്ന് പകൽക്കാലം കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ്. കമാൺ കമാൺ കമാൺ, കേട്ടില്ല? എല്ലാ പാടിനെ ശൂന്യതയെ ഇന്ന് പകൽക്കാലം ജീവിതങ്ങളിൽ നിന്ന് കർത്താവ് ക്യാൻസൽ ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് അതെ, സ്തോത്രം. കാണാൻ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അവൻ വിശ്വാസത്തിൻ്റെ കർത്താവാണ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യത്തിൽ മാലാഖ ഇറങ്ങി നിന്ന് മറിയോട് ഈ പ്രകാരം പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ശബ്ദം ഉയർത്തി എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ. ആർക്ക്? ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. One more time. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. അതേ ദൈവം തന്നെ, അതേ സ്തോത്രം, അതേ മറ്റൊരു കൂട്ടരെ നോക്കി പറഞ്ഞു, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല, ഞാൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഒരിക്കൽ കൂടെ, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല, ഞാൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ ഒരു മാലാഖയുടെ സപ്പോർട്ട് വേണ്ട, ഒരു കെരൂബിൻ്റെ സപ്പോർട്ട് ദൈവത്തിന് ആവശ്യമില്ല,
ഒരു ഡോക്ടറുടെ കത്തി ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ആവശ്യമില്ല. ഒരു വക്കീലിന്റെ വാദം ദൈവത്തിന് വേണ്ട. ഒരു പഞ്ചായത്തിന്റെ റെക്കമെൻഡേഷൻ ദൈവത്തിന് വേണ്ട. ഖമാൻ, യേശുവിൻ നാമത്തിൽ അവരുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കില്ല. പകരം പറ, ആരുമില്ലെങ്കിലും ദൈവം അനുകൂലമെങ്കിൽ. കാരണം അവൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. ആ ദൈവം സ്തോത്രം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ ഇറങ്ങുന്നവൻ അവൻ പറഞ്ഞു. മർക്കോസ് 9:23, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. കേൾക്ക്, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. ഹേ, രണ്ട് കൂട്ടർക്ക് സ്തോത്രം സകലതും സാധ്യം. രണ്ട് കൂട്ടർക്ക് ഗ്യാരണ്ടിയായി പറയുന്നു. ഈ പുസ്തകം പറയുകയാണ്, രണ്ട് കൂട്ടർക്ക് സകലതും സാധ്യം. ഒന്ന്, സ്വർഗത്തിൽ വസിക്കുന്ന ജീവിക്കുന്ന അതേ ദൈവത്തിന് സകലതും സാധ്യം. രണ്ട്, ആ ദൈവത്തെ രക്ഷകനായി കർത്താവായി സ്വീകരിച്ച് അവന്റെ ആത്മാവിൽ നിറഞ്ഞ് അവനെ ആരാധിച്ച് ഈ വിശുദ്ധ പുസ്തകവും പിടിച്ച് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് സകലതും സാധ്യം. വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. നിന്റെ വീട്ടിൽ ഡിക്ഷണറി ഉണ്ടെങ്കിൽ ഈ മാർച്ച് 30 ആ ഡിക്ഷണറിയിൽ കാണുന്ന ആ വൃത്തികെട്ട വാക്കിനെ ചുവന്ന മഷി കൊണ്ട് വെട്ടിക്കളഞ്ഞിട്ട് സൈഡിൽ എഴുതണം, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. നിങ്ങൾ ചോദിക്കും, വെട്ടിക്കളയുടെ വാക്ക് ഏതാണ്? മനുഷ്യനാൽ അസാധ്യം. സ്തോത്രം, ഏത് വാക്കാണ് വെട്ടിക്കളയേണ്ടത്? ഇംപോസിബിൾ, അസാധ്യം എന്ന് പറയുന്ന വാക്കിനെ ക്യാൻസൽ ചെയ്. ഓ, നടക്കത്തില്ല എന്ന് പറയുന്ന വാക്കുകളെ ക്യാൻസൽ ചെയ്. കാരണം വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. കുട്ടികൾ നോക്കിയേ, നിന്റെ ക്ലാസ്സിൽ ആർക്കും കഴിയാത്തത് നിന്റെ ജീവിതത്തിൽ സാധ്യമാണ്. നിന്റെ സ്കൂളിലും കോളേജിലും വേറെ ആർക്കും സാധിക്കാത്തത് കർത്താവിൻ്റെ മഹത്വത്തിനായി നിന്റെ ജീവിതത്തിൽ നിന്റെ എഡ്യൂക്കേഷനിൽ സാധ്യമാണ്. നിന്റെ പ്രൊഫഷനിൽ കേരള സംസ്ഥാനത്ത് ആരും കാണാത്തത് നിന്റെ ഓഫീസിൽ നിനക്കായി ഉദിക്കുന്ന സൂര്യനെ പോലെ ഉദിക്കുവാൻ പോകുന്നു, ലഭിപ്പാൻ പോകുന്നു. സകലതും വിശ്വസിക്കുന്നവന് സാധ്യം. നിന്റെ ബിസിനസ്സിൽ വേറെ ആർക്കും തുറക്കാത്തത് നിന്റെ ജീവിതത്തിൽ തുറക്കാൻ പോകുന്നു. ഗെറ്റ് റെഡി. ദൈവത്താൽ സകലതും സാധ്യം. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ വിശ്വാസം കണ്ട, സ്തോത്രം, വിശ്വാസത്താൽ വിടുതൽ കണ്ട, വിശ്വാസത്താൽ അത്ഭുതങ്ങളെ കണ്ട ഒരു 16 പേരെയാണ് സ്തോത്രം എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. 16 പ്രസംഗങ്ങളാണ് ഏറ്റവും കുറഞ്ഞത്. അത് 16 വ്യക്തിത്വങ്ങളെയാണ് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ ഹാൾ ഓഫ് ഫെയിം അഥവാ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. ഇതുവരെ കേട്ടിട്ടില്ല, ശ്രദ്ധിക്ക്. 16 എന്നത് വിച്ച് ഈസ് ദ നമ്പർ ഓഫ് ലവ്, സ്നേഹത്തിന്റെ സംഖ്യയാണ്. സ്തോത്രം 16. ഒരിക്കൽ കൂടെ, സ്നേഹത്തിന്റെ സംഖ്യയാണ് 16. എങ്ങനെ പറയാൻ കഴിയും സ്നേഹത്തിന്റെ സംഖ്യയാണ് 16 എന്ന്? 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം സ്നേഹത്തിന്റെ അധ്യായം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം which is a charismatic chapter, അന്യഭാഷയെക്കുറിച്ച്, ദൈവശക്തിയെക്കുറിച്ച്, ഓർഡർ ഓഫ് ദ സർവീസ്, ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ് പറയുന്നതായ അധ്യായമാണ് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം റിസറക്ഷൻ ചാപ്റ്റർ, ഉയർപ്പിന്റെ അധ്യായം. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായം സ്നേഹത്തിന്റെ അധ്യായം. ശബ്ദമുയർത്തി പറഞ്ഞ എന്തോ അധ്യായം? സ്നേഹത്തിന്റെ അധ്യായം. ആ സ്നേഹത്തിന്റെ അധ്യായത്തിൽ 16 കാര്യങ്ങളാണ് സ്നേഹത്തിന്റെ നന്മയായി തന്മയായി പൗലോസ് സ്തോത്രം എഴുതിയിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, 16 കാര്യങ്ങളാണ് സ്നേഹത്തിന്റെ നന്മയായി തന്മയായി സ്നേഹത്തിലൂടെ വെളിപ്പെടുന്ന 16 നന്മകളാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ദൈവത്തിന് കണക്ക് തെറ്റുകയില്ല. കാരണം അവൻ കണക്കിന് ചമച്ച ദൈവമാണ്. സോ 16 വിച്ച് ഈസ് ദ നമ്പർ ഓഫ് ലവ്, അത് സ്തോത്രം, അതെ, സ്നേഹത്തിന്റെ സംഖ്യയാണ്. നമുക്കറിയാം ദൈവത്തിന് സ്നേഹം ഉണ്ട് എന്നല്ല, ദൈവം സ്നേഹം തന്നെ. ഒരിക്കൽ കൂടെ, ദൈവം സ്നേഹം തന്നെ. മലാക്കി 1:2, 1 യോഹന്നാൻ 4:8, 1 യോഹന്നാൻ 4:16, 3 വാക്യങ്ങൾ ഒരേപോലെ പറയുന്നു, ദൈവം സ്നേഹം തന്നെ. ആരെ പോലെ? യെശയ്യാ 49:15, ഒരമ്മ മറന്നാലും ദൈവം നിന്നെ മറക്കുന്നില്ല. 103-ാം സങ്കീർത്തനം 13-ാം വാക്യം, അപ്പനെ പോലെ ദൈവം നിന്നെ കരുണ കാണിക്കുന്നു. യിരെമ്യാ പ്രവചനം 31:3, നിത്യമായ സ്നേഹത്താൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. എബ്രായലേഖനം 13:5, ഞാൻ നിന്നെ കൈവിടുകയും ഇല്ല ഉപേക്ഷിക്കുകയും ഇല്ല.
54:10 പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. സകല വാക്യങ്ങളെ ചേർത്ത് വെച്ച് ഒരുമിച്ച് പറയട്ടെ. മറക്കാത്തവനായ ദൈവം, കർണം തീർന്നു പോകാത്തവനായ ദൈവം, മാറാത്തവനായ ദൈവം, കൈവിടാത്തവനായ ദൈവം എന്നും നിന്നോട് കൂടെയുണ്ട്. എന്നും നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. നീ തീയിലൂടെ കടക്കുമ്പോൾ അവൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിലൂടെ കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. അർദ്ധരാത്രിയിൽ അവൻ സ്നേഹിതനാണ്. താഴ്വരയിൽ അവൻ താമര പൂവാണ്. ജീവിതത്തിൽ പിടയ്ക്കുമ്പോൾ അവൻ നിന്റെ ആശ്വാസമാണ്. കൊടുങ്കാറ്റിൽ അവൻ നിന്റെ ശരണമാണ്. ഓ തീച്ചൂളയിൽ അവൻ ഒന്നാമനായി ഇറങ്ങി വന്ന് നിന്നെ സംരക്ഷിക്കുന്നവനാണ്. കമാൺ ദൈവപൈതലേ, ധൈര്യമായിരിക്ക്. ഹല്ലേലൂയ. നീ ഏകൻ അല്ല. നിനക്കൊരിക്കലും ഏകനായി ഇരിപ്പാൻ കഴിയത്തില്ല. ദൈവം അനുകൂലസ്ഥനായി മറ്റേതൊരു സമയത്തെക്കാളും സീസണെക്കാളും ശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളിൽ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ആ തമ്പുരാൻ നിന്റെ ഹീറോയാണ്. രണ്ടുപേരെ തൊട്ട് പറ, തമ്പുരാൻ. തെറ്റിപ്പോകല്ല. തമ്പുരാൻ എൻ്റെ ഹീറോയാണ്. ഇന്ന് ജീവിച്ച നാളെ മരിക്കുന്ന ഏതോ ഇലുമിനാറ്റി ഏജന്റ് അല്ല എൻ്റെ ഹീറോ. പകരം ഒരിക്കൽ കൂടെ ഇന്ന് പകൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഖമാൻ, ഏതോ ഇലുമിനാറ്റി ഏജന്റ് അല്ല എൻ്റെ ഹീറോ. ഏതോ ഫ്രീ മേസൺ ഉടമസ്ഥനല്ല എൻ്റെ ഹീറോ. ഏതോ സാത്താന്യ ആരാധനക്കാരനായി കറുപ്പ് വിട്ട് നടക്കുന്ന ഏതോ ഭൂതത്തിന്റെ ഏജന്റ് അല്ല എൻ്റെ ഹീറോ. ഓ, മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവനാണ് നിന്റെ ഹീറോ. വ്യക്തമായി പറഞ്ഞാൽ എമ്പുരാനല്ല നിന്റെ ഹീറോ, തമ്പുരാനാണ് എന്റെ ഹീറോ. എല്ലാ മന്ത്രവാദിയും കേൾക്കണം, എല്ലാ ഇലുമിനാറ്റി കേൾക്കണം. നിന്റെ ഭൂതം, എല്ലാ സാത്താൻ ആരാധനക്കാരൻ എന്ന് പകൽ കേൾക്കണം. ലൂസിഫർ ആരാണെന്ന് അറിയാമോ? അവൻ നിന്ദ്യമായ ചുള്ളി, അവൻ ഉണങ്ങിയ വിറക് കമ്പ്. ഓ, യെശയ്യാ പ്രവചനം 14:19 ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത വചനം പറയുന്നു. പുല്ലുണങ്ങും, ഭൂവാടും, എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. സാത്താൻ ഒരു നിന്ദ്യമായ ചുള്ളി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തെക്കാൾ ഉന്നതനാകുമെന്ന് പറഞ്ഞ് കെരൂബായ ലൂസിഫർ ഞാൻ മേലെ കയറുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, സാരമില്ല, ഇരുന്നോട്ടെന്നല്ല പറഞ്ഞത്, നിഗളിക്കല്ലേ. നിഗളം ഒന്നാമത്തെ പാപം. ദൈവം ആ ലൂസിഫറിനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. ദൈവം ലൂസിഫറിനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. കണ്ടവരുണ്ടായിരിക്കും. കമോൺ, മാനസാന്തരപ്പെട്. സ്തോത്രം. അതെ, ദൈവം ലൂസിഫറിനെ വെട്ടി സ്വർഗത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ഒരു മരത്തിൽ നിന്ന് ഒരു ശിഖരത്തെ വെട്ടി എറിഞ്ഞാൽ അത് ഉണങ്ങുന്നത് പോലെ ഇന്ന് പകൽ ശത്രുവേ കേൾക്ക്, നീ ഉണങ്ങിയവനാണ്. യെശയ്യാ 14:19 ഞാൻ വീണ്ടും പറയട്ടെ, സാത്താൻ ഉണങ്ങിയ ചുള്ളിയാണ്. നിന്നെയോ നിന്ദ്യമായ ചുള്ളി പോലെയും വാൾ കൊണ്ട് കുത്തേറ്റം മരിച്ച് കുഴിയിലേക്ക് കല്ലോളം ഇറങ്ങിയവനെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടി മെതിച്ച ശവം പോലെയും നിന്റെ കല്ലറയിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. തിരുവചനം പറയുന്നു, ബട്ട് യു ആർ കാസ്റ്റ് ഔട്ട് യുവർ ഗ്രേവ് ലൈക്ക് ആൻ അബോമിനേറ്റ് ബ്രാഞ്ച്. തള്ളിക്കളഞ്ഞതായ ഒരു ബ്രാഞ്ചായി, നിന്ദ്യമായ ചുള്ളി പോലെ ദൈവം നിന്നെ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ഓഹോ, നിന്ദ്യമായ ചുള്ളി, ദാറ്റ് മീൻസ് ഉണങ്ങിയ വിറക് കമ്പ്. അപ്പൊ ദൈവം ആരാണ്? നല്ല കമ്പാരിസൺ നോക്ക്. ദൈവം ആരാണ്? എബ്രായർ 12:29. എബ്രായർ 12:29 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ബെസ്റ്റ് കോമ്പിനേഷൻ, ബെസ്റ്റ് കോമ്പിനേഷൻ. എന്തൊരു കോമ്പിനേഷൻ! തമ്പുരാൻ എൻ്റെ ഹീറോ. ബെസ്റ്റ് കോമ്പിനേഷൻ, ബെസ്റ്റ് കോമ്പിനേഷൻ. സാധാ ഭാഷമാരിത് പറയത്തില്ല. സ്തോത്രം. അയ്യോ ബ്രദറെ, ചത്തുപോകത്തില്ലയോ? നോ, യേശുവിന് വേണ്ടി ചാകണമെന്ന് പറയുന്നവൻ ജീവിക്കും. യേശുവിനെ കൊണ്ട് ജീവിക്കണം എന്ന് പറയുന്നവൻ ചാകും. യേശുവിനെ കൊണ്ട് ജീവിക്കുന്നവൻ ചാകും. യേശുവിന് വേണ്ടി ചാകണം എന്ന് പറയുന്നവൻ ജീവിക്കും. ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ പറയും, പുട്ടും കടലയും അല്ല.
ദോശയും ചമ്മന്തിയുമല്ല, ഇഡലിയും സാമ്പാറുമല്ല. സ്തോത്രം, തീയും വിറകുമാണ്. ബെസ്റ്റ് കോമ്പിനേഷൻ തീയും വിറകുമാണ്. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള 3.5 കോടി മലയാളികൾ കേൾക്കട്ടെ, യേശുവിൻ നാമത്തിൽ ബെസ്റ്റ് കോമ്പിനേഷൻ തീയും വിറകുമാണ്. എൻ്റെ ദൈവം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ, സാത്താൻ ഉണങ്ങിയ വിറകുമല്ലയോ. ഇൻ ജീസസ് നെയിം. ആ ദൈവം, സ്തോത്രം, അവൻ നമ്മുടെ ഹീറോയാണ്. സ്തോത്രം. അതേ തിരുവചനം പറയുന്നു, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ആ ദൈവവുമായി കണക്ട് ചെയ്ത് നിന്നപ്പോൾ, ആ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ, ആ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, ആ ദൈവത്തെ സേവിച്ചപ്പോൾ, ആ ദൈവത്തെ സ്നേഹിച്ചപ്പോൾ, സ്തോത്രം, അവർ തോറ്റവരായില്ല, അവർ ജയിച്ചവരായി. ഒരു കൂട്ടം ജനമേ, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു കൂട്ടം ജനമേ, 16 കാര്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി, വേഗത്തിൽ കർത്തൃമേശ നടത്താൻ പോവാ. 16 പേർ ദൈവവുമായി കണക്ട് ചെയ്ത് നിന്നപ്പോൾ അവർ തോറ്റവരല്ല, അവർ ജയിച്ചവരായി തീർന്നു. നീ കണക്ട് ചെയ്യേണ്ടത് ലോക്കൽ MLA അല്ല, പോയ MP വരാൻ പോകുന്ന മന്ത്രിയുമല്ല. നീ കണക്ട് ചെയ്യേണ്ടത് ഉന്നതന്മാരുടെ ഉന്നതനായിരിക്കുന്ന ഒരു അത്യുന്നതനുണ്ട്. നീ കണക്ട് ചെയ്യേണ്ടത് ഏതോ ശക്തിയുള്ള ഒരു വ്യക്തിയല്ല, ശക്തന്മാരുടെ ഒരു കർത്താവുണ്ട്. ആ കർത്താവുമായി നീ സ്തോത്രം കണക്ട് ചെയ്യുമ്പോൾ, ഗ്യാരണ്ടിയാ ഞാൻ പറയട്ടെ, മറ്റുള്ളവർക്ക് കഴിയാത്തത് നിന്റെ ജീവിതത്തിൽ സാധ്യമാകും. മറ്റുള്ളവർക്ക് കഴിയാത്തത്, മറ്റുള്ളവർ സ്വപ്നം കാണുന്നത് നിനക്ക് സാധ്യമാകും. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. 16 വ്യക്തിത്വങ്ങളെ കുറിച്ച് സ്തോത്രം തിരുവചനം പറയുന്നു. ദൈവമായി കണക്ട് ചെയ്ത് ജീവിച്ചതായ, ദൈവത്തിൽ ആശ്രയിച്ചതായ, ദൈവത്തിൽ വിശ്വസിച്ചതായ 16 വ്യക്തിത്വങ്ങളെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. സ്തോത്രം. ആരാണ് ആ 16 പേർ? ഒന്നാമത് സ്തോത്രം ഹാബേൽ, രണ്ടാമത് ഹാനോക്ക്, മൂന്നാമത് നോഹ, നാലാമത് അബ്രഹാം, അഞ്ചാമത് സാറ, ആറാമത് സ്തോത്രം അതേ യാക്കോബ്, ഏഴാമതായി യോസെഫ്, എട്ടാമതായി സ്തോത്രം മോശ, ഒൻപതാമത് സ്തോത്രം രാഹബ്, പത്താമതായി ഗിദെയോൻ, 11-ാമത് ബാരാക്ക്, 12-ാമത് ഷിംശോൻ, അതേ 13-ാമത് എഫ്താഗ്, 14-ാമത് സ്തോത്രം അതേ ദാവീദ്, 15-ാമത് ദാവീദ്, 16-ാമത് സാമുവൽ. നമ്മൾ വളരെ പെട്ടെന്ന് കേൾക്കാൻ വേണ്ടി പോകുകയാണ്. സഹോദരന്മാരെ, ദൈവത്തിൽ കണക്ട് ചെയ്ത, ദൈവത്തിൽ ആശ്രയിച്ചു ഇവർ തോറ്റവരല്ല, ഇവർ ജയിച്ചവരാണ്. സ്തോത്രം. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടി ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുമുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുമുണ്ട്. തോൽക്കുന്നവരുടെ ലിസ്റ്റിലല്ല, ജയിക്കുന്നവരുടെ ലിസ്റ്റിൽ, ഉന്നത ഔന്നത്യങ്ങൾ കീഴടക്കുന്നവരുടെ ലിസ്റ്റിൽ, ഇതുവരെ ജയിച്ചിട്ടില്ലാത്ത, ഇതുവരെ കീഴടക്കിയിട്ടില്ലാത്ത സ്ഥാനങ്ങൾ നേടുന്നവരുടെ ലിസ്റ്റിൽ നിന്റെ പേരിനെ കർത്താവ് കണ്ടിരിക്കുന്നു. പ്രൊവൈഡഡ് വിത്ത് യേശുമായി നീ കണക്ട് ചെയ്ത് ജീവിക്കുമ്പോൾ, യേശുമായി കണക്ട് ചെയ്ത് ജീവിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുമ്പോൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ചരിത്രം മെനയുന്നവരായി വേറെ ആരുടെ ജീവിതത്തിൽ, ആരുടെ കുടുംബത്തിൽ, ആരുടെ തലമുറകൾ കണ്ടിട്ടില്ലാത്തത് കാണുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. കമോൺ, കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. 16 എന്നത് അത് ഞാൻ പറഞ്ഞു സ്നേഹത്തിൻ്റെ സംഖ്യയാണ്. 16 എന്നത് സ്നേഹത്തിൻ്റെ സംഖ്യയെങ്കിൽ 16 പേർ പ്രാപിച്ചതായ 16 കാര്യങ്ങളും പൊതിഞ്ഞിരിക്കുന്നത് സ്നേഹമാണ്. സഭയിൽ പൊതിഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പിസമല്ല, ജാതിയല്ല, കുതന്ത്രമല്ല, അസൂയല്ല, കയ്പല്ല, തുറിച്ചുനോട്ടമല്ല. ദൈവസഭയെങ്കിൽ ദൈവസഭയിൽ പൊതിഞ്ഞിരിക്കേണ്ട സ്നേഹമാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്. സുവിശേഷ ശബ്ദം സ്നേഹത്തിൻ്റെ ശബ്ദമാണ്. നമ്പർ 1, ഒന്നാമതായി തിരുവചനം പറയുന്ന ഒരുത്തൻ്റെ ആരാധന, ഹാബേലിൻ്റെ ആരാധന, അത് സ്നേഹത്തിൻ്റെ ഗീവിംഗ് ആയിരുന്നു. ലവ് ഗീവിംഗ് ആണ് ആരാധന. നിങ്ങൾ ബിൽഡിംഗ് ഫണ്ടിന് നൽകുമ്പോൾ, സ്തോത്രകാഴ്ച നൽകുമ്പോൾ, നിങ്ങൾ ഹല്ലേലൂയ പറയുമ്പോൾ, നിങ്ങൾ പാടുമ്പോൾ, നിങ്ങൾ കരങ്ങളെ അടിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിങ്ങളുടെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, സ്തോത്രം, ആ സ്നേഹമാണ് ആരാധനയായി തീരുന്നത്. അർത്ഥം ഞാൻ പറയട്ടെ, നേരമില്ലെങ്കിലും അതേ നിങ്ങളുടെ ജീവിതമേ ആരാധനയാകട്ടെ. കയീൻ തോന്നിയത് കൊടുത്തു, പക്ഷേ അതെ ഹാബേൽ തോന്നിയതല്ല കൊടുത്തത്. കയീൻ തോന്നിയത് കൊടുത്തു, ഹാബേൽ തോന്നിയതല്ല കൊടുത്തത്. അവൻ മേത്തരമായതാണ് കൊടുത്തത്, അവൻ ജീവനുള്ളതാണ് കൊടുത്തത്, അവൻ വില ഉള്ളതാണ് ദൈവത്തിന് വേണ്ടി കൊടുത്തത്. സ്തോത്രം. അതെ, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ചീപ്പായിട്ടുള്ളതല്ല ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടത്. ദൈവം നിന്റെ ജീവൻ്റെ ഉടമസ്ഥനാണ്, നിന്റെ ജീവൻ്റെ ദാതാവാണ്.
ദൈവം അത്യുന്നതനാണ്. ദൈവത്തിന് കൊടുക്കുമ്പോൾ നിന്റെ സ്റ്റാൻഡേർഡ് അല്ല, അവൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്. പണത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇതുവരെ ഹല്ലേലൂയ പറഞ്ഞാൽ, നീ പാട്ട് പാടിയാൽ, നീ ദൈവവചനം പറഞ്ഞാൽ, യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ഏറ്റവും നല്ലതായിരിക്കണം ദൈവത്തിന് വേണ്ടി നൽകേണ്ടത്. സോ ലവ് ഗിവിംഗ്, സ്നേഹത്തിൽ ഹാബേൽ ദൈവത്തിന് വേണ്ടി അതേ കൊടുക്കുകയുണ്ടായി. രണ്ടാമതായി വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഇതാ ഒരു മനുഷ്യൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയാണ്. ചിന്തിച്ചാട്ടെ, സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മനുഷ്യൻ 3 നൂറ്റാണ്ട് 300 സംവത്സരം ഒരു മനുഷ്യൻ ദൈവത്തോട് കൂടെ നടന്നു അത്രേ. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തോട് കൂടെ നിനക്കും നടക്കാൻ കഴിയണം. ദൈവത്തോട് കൂടെ നീ നടന്നാൽ ദുഷ്ടന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സാത്താൻ പറയും, അവൻ ഒറ്റയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ അവന് തട്ടാമായിരുന്നു. പക്ഷെ പന്നപ്പിശാചേ, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ മനസ്സില്ല, എൻ്റെ കൂടെ ഒരു സിംഹമുണ്ട്, എൻ്റെ കാറിൽ ഒരു സിംഹമുണ്ട്, എൻ്റെ കൂടെ ഒരു സിംഹമുണ്ട്. സിംഹം കൂടെ ഉള്ളിടത്തോളം കാലം കുറുനരികൾക്ക് എൻ്റെ 7 അയലത്ത് വരുവാൻ കഴിയത്തില്ല. കുറുക്കൻ പടകളാകുന്ന അന്ധകാര ശക്തിക്ക് നിന്റെ 7 അയലത്ത് വരുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ കൂടെ ഒരുവൻ ഉണ്ട്. നിന്റെ കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനത്രേ. ഹല്ലേലൂയ. നീ ഉറങ്ങിയാലും നിന്റെ വീടിന് ചുറ്റും ഭയങ്കര കാവലാണ്. യേശുവിൻ്റെ നാമത്തിൽ നീ ഉറങ്ങിയാലും നിഴലാട്ടമിടുന്ന ദൂതന്മാരുണ്ട്. അവിടെ കള്ളന് കടന്നു വരുവാൻ കഴിയത്തില്ല. ലോക്കൽ കള്ളൻ പറയും, ആ വീട്ടിൽ എപ്പോഴും ഭയങ്കര ആൾക്കാരാണ്. നീ ഉറങ്ങുകയാണ്, പക്ഷേ ദൈവം ദൂതന്മാരെ ഇറക്കി ദൂതൻ്റെ നിനക്കുള്ളതിന് ചുറ്റും നിനക്കുള്ളതിന് ചുറ്റും നിനക്ക് ചുറ്റും ഭയങ്കര സെക്യൂരിറ്റിയാ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു. ലവ് ടോക്ക് നോക്ക് ഓരോന്ന് നോക്ക്. ഇന്റർനാഷണൽ വിഷയം സ്തോത്രം ചർച്ച ചെയ്യുകയാണ്. ഉക്രൈൻ റഷ്യൻ യുദ്ധം എങ്ങനെ നിർത്താമെന്ന് ചർച്ച നടക്കുകയാണ്. അതേ, ഗൾഫിലെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ചർച്ച നടക്കുക. ഇവിടെ തീ ഇറങ്ങിയാലും മരിച്ചവൻ എണീറ്റാലും ഇന്ന് ആ ചർച്ച തുടർന്നുകൊണ്ടിരിക്കും. ലവ് ടോക്ക് സ്തോത്രം. ഈ പിള്ളേർ സംസാരിക്കുന്നത് പോലെ, ഈ ഭാവി മിഷണറിമാരും സുവിശേഷകന്മാരും സംസാരിക്കുന്നത് പോലെ 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. സ്നേഹം സംസാരിക്കും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, സ്നേഹം എന്ത് ചെയ്യും? നിന്റെ ഭർത്താവിനോട് ചെന്ന് പറഞ്ഞാലേ, സ്നേഹമാണോ അത് സംസാരിച്ചിരിക്കും. ദൈവമാണോ, അവൻ സ്നേഹമായതുകൊണ്ട് അവൻ സംസാരിച്ചു. ഹാനോക്കെ സ്തോത്രം. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻറ്റയർ ഹ്യൂമൻ ഹിസ്റ്ററി ദൈവം ഹാനോക്കിനോട് സംസാരിച്ചു. ഹാൾ ഓഫ് ഫെയിം സ്തോത്രം. എൻ്റെ ഹീറോയാകുന്ന തമ്പുരാൻ എന്നോട് സംസാരിക്കുന്നതാണ്. അപ്പുറത്തെ പത്രോമാഫീസിനും അപ്പുറത്തെ TV ചാനലിനും കാര്യം അറിയുന്നതിന് മുൻപേ എൻ്റെ ദൈവം മുൻകൂട്ടി സംസാരിക്കുന്നവനാണ്. ദൈവം സംസാരിക്കുന്നവനാണ്. ലൗഡ് ടോക്ക്. തമ്പുരാൻ എൻ്റെ ഹീറോ സ്തോത്രം. സ്നേഹമാണോ അത് നിന്നെ സംരക്ഷിക്കുക. ബാക്കിയുള്ള എല്ലാം വെള്ളത്തിൽ മഹാജലപ്രളയത്തിൽ മുങ്ങിത്താണു. ബാക്കിയുള്ള എല്ലാം മുങ്ങി താഴോട്ട് പോയപ്പോൾ ബാക്കിയുള്ളതെല്ലാം മുങ്ങിത്താണു. പക്ഷെ ഒരുത്തൻ മാത്രം പൊങ്ങി ആ മലയുടെ മുകളിൽ സെറ്റിലായി. ദൈവമില്ലാത്തവൻ താഴേക്ക്, ദൈവമുള്ളവൻ മേലേക്ക്. ദൈവമില്ലാത്തവൻ താഴേക്ക്. നോഹയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 7 പേർ, അവർ മാത്രം മേലേക്ക്. നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കുക. ഹല്ലേലൂയ. നാളെ കഴിയുമ്പോൾ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ്. മറ്റന്നാൾ ചൊവ്വാഴ്ച ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. സഹോദരന്മാരെ, അടുത്ത സാമ്പത്തിക വർഷത്തിൽ നീ താഴ്വരയിലായിരിക്കത്തില്ല. അരരാത്തിന്റെ മുകളിൽ നോഹയുടെ പെട്ടകം സെറ്റിൽ ചെയ്തതുപോലെ സകല കുടുംബങ്ങളും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ വേണ്ടി പോകുന്നു യേശുവിന്റെ നാമത്തിൽ.
ഹല്ലേലൂയ. സ്നേഹമാണോ? സ്തോത്രം. അത് പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ഹാൾ ഓഫ് ഫെയിം എബ്രായ ലേഖനം 4-ാമതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതായ സ്തോത്രം വ്യക്തിത്വം മറ്റാരുമല്ല, വിശ്വാസികളെ പിതാവായ അബ്രഹാം അത്രേ. വിശ്വാസികളെ പിതാവായ അബ്രഹാം ചുമ്മാതല്ല അവൻ തൻ്റെ കൂടാരത്തിൽ പാർത്തത്. അവന് വീടില്ലായിരുന്നു, അവൻ പാർത്തത് ഒരു കൂടാരത്തിലാണ്. അവൻ സെറ്റിൽമെന്റിലല്ല, സെറ്റിൽ ചെയ്തില്ല, അവൻ മൂവ്മെന്റിലാണ് ജീവിച്ചത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജീവിതം, ആത്മീയ ജീവിതം അതൊരു മൂവ്മെന്റ് ആണ്. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട, കൃപാവരത്തിൽ നിറയപ്പെട്ട ഒരു ദൈവപൈതൽ, ദൈവദാസൻ സെറ്റിൽ ചെയ്തത് കാണുവാൻ കഴിയത്തില്ല. അവൻ ദൈവത്തിന്റെ മൂവ്മെന്റിലാണ് ജീവിക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കാം, ദൈവത്തിന്റെ മൂവ്മെന്റിൽ ഈ തലമുറയിൽ നമുക്കൊന്ന് ജീവിക്കാം. ദൈവം ചലിക്കുന്നു, ദൈവം ഇന്ത്യയിൽ ചലിക്കുന്നു, ദൈവം ഈ തലമുറയിൽ ലോകത്തിലാകമാനം ദൈവം ചലിക്കുന്നു. ദൈവിക ചലനത്തിൽ നമുക്ക് ജീവിക്കാം. കൂടാരങ്ങളിൽ അബ്രഹാം പാർക്കുമ്പോൾ കൂടെ ഇസഹാക്ക് ഉണ്ടായിരുന്നു, യാക്കോബ് ഉണ്ടായിരുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബ ചിത്രമാണ് ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് 3 തലമുറയുമായി അബ്രഹാം സ്തോത്രം ആ കൂടാരത്തിൽ പാർത്തു. താനാകുന്നതായി 1-ാം തലമുറ, ഇസഹാക്കാകുന്ന 2-ാം തലമുറ, യാക്കോബാകുന്ന 3-ാം തലമുറ. എല്ലാ കുടുംബങ്ങളിലും ഇത് സംഭവിപ്പാൻ വേണ്ടി പോകുകയാണ്. തലമുറകളുടെ നന്മ കണ്ട്, മക്കളുടെയും കൊച്ചുമക്കളുടെയും നന്മ കണ്ട് സുഖത്തോടെ, ആരോഗ്യത്തോടെ ദൈവകൃപയാൽ നിങ്ങൾ ജീവിപ്പാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹത്തിൻ്റെ അനുഗ്രഹം ആ കൂടാരത്തിലുണ്ട്. സ്നേഹത്തിൻ്റെ ആരാധനയുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ നടപ്പുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കുന്ന കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. എ ജനറേഷണൽ ബ്ലെസ്സിങ്. സ്തോത്രം. മാത്രമല്ല തിരുവചനം പറയുന്നു, ആ അടുത്ത തലമുറ ഇസ്ഹാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഭാവി കാലം നോക്കി അവൻ സ്തോത്രം യാക്കോബിനെയും യേശാവിനെയും അനുഗ്രഹിച്ചു എന്ന്. പിതാവാകുന്നതായ ഇസഹാക്ക്, അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അവന്റെ നാവിന് ഒരു കുഴപ്പമില്ല. Come on. ഹല്ലേലൂയ. അർത്ഥം കേൾക്ക. നിനക്ക് ഒരു വശം വീക്കാണെങ്കിലും മറ്റേ വശം സ്ട്രോങ് ആണ്. ഒരു വശം വീക്കാണെങ്കിൽ അവന്റെ കണ്ണ് കാണത്തില്ല. ഇസഹാക്ക് പ്രായം ചെന്ന് വൃദ്ധനായി, അവന്റെ കണ്ണ് കാണത്തില്ല. പക്ഷേ സ്തോത്രം, അവന്റെ നാവിന് വളരെ ശക്തിയാണ്. അവൻ പറഞ്ഞു, വാ മക്കളെ, ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഒന്ന് ഷേപ്പ് ചെയ്യട്ടെ. ആരോട് പറയാൻ? സ്തോത്രം. ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഒന്ന് ഷേപ്പ് ചെയ്യട്ടെ. നിന്റെ കുട്ടിയുടെ ഫ്യൂച്ചറിനെ നീ ഷേപ്പ് ചെയ്യുന്ന ഡോൺ ബോസ്കോ സ്കൂളിലോ അതെ കേംബ്രിഡ്ജിലോ അയച്ചിട്ടല്ല. നിന്റെ കുഞ്ഞിൻ്റെ നാവിനെ, ആ കുഞ്ഞിൻ്റെ സ്തോത്രം ഫ്യൂച്ചറിനെ, നിന്റെ തലമുറയുടെ ഫ്യൂച്ചറിനെ നീ ഷേപ്പ് ചെയ്യുന്നത് എല്ലില്ലാത്ത നാവ് കൊണ്ടാണ്. കാരണം തിരുവചനം പറയുന്നു, സ്തോത്രം. സദൃശവാക്യം 18-ാം അധ്യായം 21-ാം വാക്യം ചേർന്ന് പറ. അതേ സ്തോത്രം. അതേ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്ന തലമുറയെ പിടിച്ചു വച്ച് പറഞ്ഞാട്ടെ, നീ അനുഗ്രഹിക്കപ്പെടും, നീ മാനിക്കപ്പെടും. കൃപാവരങ്ങളിൽ ദൈവം നിന്നെ തീർക്കും. ദേശങ്ങളിൽ ദൈവം നിന്നെ ഓടിപ്പിക്കും. രാജ്യങ്ങളുടെ പ്രവാചകനാക്കി ദൈവം തീർക്കും. നിന്റെ കരങ്ങളുടെ 10,000 സൗഖ്യമാകും. നിന്നെ കാണുമ്പോൾ ഭൂതങ്ങൾ ഓടും. നീ സുവിശേഷം പറയും. വേറെ ഏത് ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ നീ ശക്തിയായി ശുശ്രൂഷിക്കുന്നത് ഞാൻ കാണും. ഹല്ലേലൂയ. സ്തോത്രം. അതേ ലവ് പാക്കേജിൽ 16 അതേ പേരിൽ ഇസഹാക്കിതാ സ്നേഹ ശബ്ദം പറഞ്ഞ, കയ്പിൻ്റെ അല്ല, ശാപത്തിൻ്റെ അല്ല, പിറുപിറുപ്പിൻ്റെ ശബ്ദമല്ല തലമുറകൾ നോക്കി പറഞ്ഞത്. എന്തൊരു ശാന്തത! ഒരിക്കൽ കൂടെ തലമുറകളെ നോക്കി പറഞ്ഞത് കയ്പിൻ്റെ, ശാപത്തിൻ്റെ, പിറുപിറുപ്പിൻ്റെ ശബ്ദമല്ല പറഞ്ഞത്. പകരം യേശാവിനെ, ഈ യാക്കോബിനെ യേശാവിനെ അവൻ ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. നീ ജീവിക്കുന്നത് ഇന്ന് 2025-ലാണ്. പക്ഷേ 2030-നും 2035-നെ നിനക്കിപ്പോഴേ ഷേപ്പ് ചെയ്യാൻ പറ്റും. അഞ്ച് കൊല്ലത്തിനപ്പുറത്ത്, 15 കൊല്ലം അപ്പുറത്ത്, അല്ലെങ്കിൽ 10 കൊല്ലം അപ്പുറത്ത് നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ പരിശുദ്ധാത്മാവിൽ, സൊല്യൂഷനല്ല, തോന്നലുകളല്ല, പരിശുദ്ധാത്മാവിൽ ഇപ്പോഴേ നിനക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. വീണ്ടും വേദപുസ്തകം പറയുന്നു, ഹാൾ ഓഫ് ഫെയിം. സ്തോത്രം. അതേ ആ വിശ്വാസ വീരന്മാരുടെ, ആ പ്രസിദ്ധരുടെ പട്ടികയിൽ ഇതാ ഒരുത്തൻ ഗോവേണിയും കൊണ്ട് നടക്കുകയാണ്. നടക്കുന്നു. നിങ്ങൾ പറയുന്നത് യാക്കോബിൻ്റെ ഗോവേണി. നോ, യാക്കോബിൻ്റെ ഗോവേണി അല്ലാതെ യഹോവയുടെ ഗോവേണി. യഹോവയുടെ ഗോവേണി. ഇന്ന് പകൽ ആ ഗോവേണി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്.
ലോകം നിന്നെ ഒത്തിരി പേരെ ഏണിയാക്കി. ലോകം നിന്നെ, സഹോദര സഹോദരി, ലോകം, ഫ്രണ്ട്സ്, പഴയ പാതിരിമാർ പലരും നിന്നെ ഏണിയാക്കി. നിന്നെ ഏണിയാക്കി അവർ കയറിപ്പോയി, അവർ കാര്യം നേടി. സ്തോത്രം. നിന്നെ കുഴിയിലോട്ട് വെച്ചു. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, മനുഷ്യൻ നിന്നെ ഡാമേജ് വരുത്തിയെങ്കിൽ ആ ഡാമേജിനെ ഞാൻ മാറ്റുന്നവൻ മാത്രമല്ല, മനുഷ്യൻ നിന്നെ ഡാമേജ് വരുത്തിയെങ്കിൽ, അഭിഷേകം നഷ്ടപ്പെട്ട ശൗലന്മാർ നിനക്ക് ഡാമേജ് വരുത്തിയെങ്കിൽ ആ മുറിവുകളെ, ആ ഡാമേജിനെ ദൈവം മാറ്റുന്നവൻ മാത്രമല്ല, നിന്നെ യഹോവയുടെ ഗോവേണിയിലൂടെ മേലെ കയറ്റി യാക്കോബാകുന്ന നിന്നെ നാളെ ഇസ്രായേൽ എന്ന ദൈവം തെളിയിപ്പാൻ പോകുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ഒരാളെ നോക്കി നന്നായിട്ട് പറഞ്ഞു കൊടുക്ക, ഞാൻ നിങ്ങളെ കണ്ടാ തിരിച്ചറിയത്തില്ല. പെട്ടെന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങളെ കണ്ടാ തിരിച്ചറിയത്തില്ല, ഞാൻ കണ്ടാ തിരിച്ചറിയത്തില്ല. അങ്ങനെ ഒരു മാറ്റം ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നിൽ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഹാൾ ഓഫ് ഫെയിം. സ്തോത്രം. യാക്കോബായിരുന്നു, പക്ഷേ ഒരു ഗോവേണി ഇറങ്ങിയപ്പോൾ അവൻ ഇസ്രായേലായി. ഇന്നും സ്തോത്രം, അതെ, അവൻ കയറിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഹമാസ് വിരളുന്നു, ഹിസ്ബുള്ള ഭയക്കുന്നു, അറബ് ലീഗ് പിന്മാറുന്നു. കാരണം ഇന്നും അവൻ്റെ മേലെ ഇറക്കി വെച്ചിരിക്കുന്ന ആ ഗോവേണിയുണ്ട്. കൗൺസിൽ അല്ല, കമ്മിറ്റി അല്ല, ഡീക്കൻ അല്ല, മനുഷ്യൻ്റെ വോട്ടല്ല ഗോവേണി ഇറക്കി വെച്ചത്. മനസ്സ് മാറാത്ത, കാല് മാറാത്ത, വാക്ക് മാറാത്ത സർവശക്തനായ ദൈവം നിന്നിൽ ആ ഗോവേണി ഇറക്കി വെച്ചെങ്കിൽ നീ താഴ്ചയല്ല, ഉയർച്ച പ്രാപിക്കും. ഹാൾ ഓഫ് ഫെയിം. സ്തോത്രം. തിരുവചനം പറയുന്നു, അടുത്ത ഹാൾ ഓഫ് ഫെയിമിൽ അതേ നിങ്ങൾക്ക് ആറാമതായി കാണുവാൻ കഴിയുന്നത് ഒരു യോസെഫിനെയാണ്. സ്തോത്രം. അത് ഒരു യോസെഫാണ്. എന്താ യോസെഫിൻ്റെ പ്രത്യേകത? ഞാൻ ഒരാളിനെ വിട്ടു, എനിക്കറിയാം. സ്തോത്രം. അതെ, ആറാമതായി കാണുന്നത് ഒരു യോസെഫാണ്. എന്താ യോസെഫിൻ്റെ പ്രത്യേകത? യോസെഫിന് ഒരു പ്രത്യേകതയുണ്ട്. യോസെഫ് ഒരിക്കലും തിരിഞ്ഞു നോക്കിയല്ല സംസാരിക്കുന്നത്. യോസെഫ് സൈഡിൽ നോക്കി അല്ല സംസാരിക്കുന്നത്, അവൻ മുന്നോട്ട് നോക്കിയാണ് സംസാരിക്കുന്നത്. ആരോട് പറയാൻ? ഒരിക്കൽ കൂടെ, തിരിഞ്ഞു നോക്കി സംസാരിക്കല്ല, സൈഡിൽ നോക്കി സംസാരിക്കല്ല, മുന്നോട്ട് നോക്കി സംസാരിക്കുക. അർത്ഥം, അവൻ ഹിസ്റ്ററി അല്ല പറയുന്നത്, അവൻ പ്രസൻ്റ് അല്ല പറയുന്നത്, ഇന്നലെ നടന്നതല്ല അവൻ പറയാനുള്ളത്, അവൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതല്ല പറയാനുള്ളത്. ഇന്ന് പകൽ ചിലതിൻ്റെ മേൽ പുതപ്പുകൾ വീഴുന്ന ഞാൻ കണ്ടു. ഓഹോ, ആരും പറയാത്തത് പറവാൻ. ഒരിക്കൽ കൂടെ, കമോൺ. ആരും പറയാത്തത് പറവാൻ, ആർക്കും പറയാൻ സാധിക്കാത്തത് പറയുവാൻ. ആരും പറയാത്തത് പറവാൻ, ആർക്കും പറയാൻ സാധിക്കാത്തത് പറവാൻ ദൈവം നിന്റെ നാവിനെ ഈ ദിവസങ്ങൾ ബലപ്പെടുത്താൻ പോകുന്നു. നിന്റെ ടോക്കിനെ അവൻ മാറ്റാൻ പോവാണ്. ഈ പ്രവചനം ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പ്രവചിക്കുന്നു, നിന്റെ ടോക്കിനെ അവൻ മാറ്റാൻ പോകുന്നു. ആ ടോക്ക് മാറുന്നത് ഇന്ന് പകൽ ഈ സഭായോഗത്തോടെ നിന്റെ വാക്കിന് വ്യത്യാസം, നിന്റെ നടപ്പ്, നിന്റെ വാക്ക് മാറുമ്പോൾ നിന്റെ ടോക്ക് മാറിയിരിക്കും. രൂബേൻ, ശിമെയോൻ, ലേവി, ഇസ്സക്കാർ, യഹൂദ, നഫ്താലി, ദാൻ തുടങ്ങി എല്ലാവരും ബാക്ക് നോക്കി പറഞ്ഞപ്പോൾ, ഇന്നലകൾ നോക്കി പറഞ്ഞപ്പോൾ, സൈഡിൽ നോക്കി ഇന്നത്തെ കാര്യം പറഞ്ഞപ്പോൾ, ആ വീട്ടിൽ ഒരുത്തൻ മാത്രം നാളെ നോക്കി സംസാരിച്ചു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങൾ എന്നെ നമസ്കരിക്കാൻ പോകുന്നു. നിങ്ങളുടെ കറ്റ ഫ്ലാറ്റ് ആയിരിക്കും, ഞാൻ മാത്രം എൻ്റെ നാളെ ഭയങ്കര ഭയങ്കര. എൻ്റെ നാളെ പറയാം, ഞാൻ നിനക്ക് വേണ്ടി പ്രസംഗിക്കുന്ന നാളെ ഭയങ്കര. ഓ,
ഞാൻ വിചാരിച്ച 17-ാമത്തെ വയസ്സിലെ ഈ തീ ഉള്ളൂ എന്ന് വിചാരിച്ചേ. പക്ഷെ 110-ാമത്തെ വയസ്സിൽ കുടിയിലേക്ക് കാലം നീട്ടിയിരുന്നപ്പോഴും ഈ പുള്ളിയുടെ തീ നഷ്ടപ്പെട്ടില്ല. പിടിച്ചെടുക്കണം. ലോകത്തിൽ വീശുന്ന ഒരു തീക്കും നിന്റെ തീയെ കെടുത്തുവാൻ കഴിയത്തില്ല. ഇത് മങ്ങിക്കത്തുന്നതല്ല, ഇത് ഈ തലമുറയിൽ ആളിക്കത്തുവാൻ പോകുകയാണ്. അവസാനം പുള്ളി പറഞ്ഞു, ദൈവം നിങ്ങളെ സന്ദർശിക്കും. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ the Lord is going to visit you. He will first visit you, then he will habitate on you. നിന്റെ വിസിറ്റേഷൻ, അവൻ്റെ വിസിറ്റേഷൻ പിന്നെ ഹാബിറ്റേഷൻ ആയിത്തീരും. Come on. അവൻ നിന്നെ വിസിറ്റ് ചെയ്യുന്നത് നിന്നെ ഡെലിവർ ചെയ്യാനാണ്. അവൻ നിന്നെ വിസിറ്റ് ചെയ്യുന്നത് നിന്നെ വിടുവിക്കാനാണ്. പക്ഷേ ടാബർനാക്കിൾ ഉണ്ടാക്കി അവൻ നിങ്ങളുടെ മധ്യത്തിൽ ഹാബിറ്റേറ്റ് ചെയ്യും. വിടുതൽ അനുഭവിച്ച എല്ലാവരുടെയും ആത്മീയ ജീവിതം ഇന്ന് പകലൊരു ഹാബിറ്റേഷൻ ആയി തീരട്ടെ. ബാക്കി വൈകിട്ട് സൂം മീറ്റിങ്ങിന് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. സ്തോത്രം. അതെ, ഭാവിയെ നോക്കി അതെ ഹാൾ ഓഫ് ഫെയിം യോസഫ് സംസാരിക്കുകയുണ്ടായി. ഇന്നലകൾ നടന്നത് പറയാൻ മടിക്ക്. ഇന്നലകൾ നടന്നത് പറയല്ല, ഇന്നത്തെ സാഹചര്യം പറയല്ല, പ്രാപിച്ച നാളെക്കുറിച്ച് സംസാരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ആരുടെയോ ടോക്ക് ഈ ദിവസങ്ങളിൽ ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. കാരണം വലിയ വിടുതലുകളുണ്ട്, വലിയ മഹത്വങ്ങളുണ്ട്. Come on, വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. പക്ഷേ സ്തോത്രം, ഹാൾ ഓഫ് ഫെയിമിൽ ഒരു ലവ് ചൈൽഡ്, ഒരു സ്പെഷ്യൽ ചൈൽഡ് ഹാൾ ഓഫ് ഫെയിമിൽ ജനിച്ചതാ വീടിയാണ്. ഒരു സ്പെഷ്യൽ ചൈൽഡ് ഈ പ്ലാറ്റ്ഫോമിലും ഈ ഹാളിനകത്തും വീട്ടിനൊക്കെ ഇരിക്കുന്ന ചില പ്രത്യേക കുട്ടികൾക്കായി സ്തോത്രം. ഓ come on, hallelujah, in Jesus name. ഞാൻ വിശ്വസിക്കുന്ന കുട്ടികളെല്ലാം CNN, BBC, ABCയിലൊക്കെ കയറിയിരുന്ന് I'm from India, I'm here because of Jesus എന്ന് പറയുവാൻ Come on, ജനിച്ചതിന് മേലും ജനിപ്പാൻ ഇരിക്കുന്നതിന് മേലും ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടട്ടെ. നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന രാജാക്കന്മാരുണ്ട്, സുവിശേഷകരുണ്ട്, മിഷണറിമാരുണ്ട്. ജനിപ്പാൻ പാടില്ലാത്ത നേരത്തല്ലേ മോശയെ ജനിച്ചത്? നോ. അപ്പനും അമ്മയും പറയും നോ, അങ്ങനെ പറയല്ല. ഡോക്ടറെ അങ്ങനെ എൻ്റെ കുട്ടിയെ നോക്കി പറയല്ല. ടീച്ചറെ എൻ്റെ കുഞ്ഞിനെ നോക്കി കുഴപ്പമുണ്ടെന്ന് പറയല്ല. ഹി ഈസ് എ സ്പെഷ്യൽ ചൈൽഡ്. He's a special child. He's a special child. അവൻ നിമിത്തം അപ്പനും അമ്മയും പറയണം, അവൻ നിമിത്തം ഞങ്ങൾ ഫേമസ് ആകാൻ പോകുന്നു. Come on. സംഭവിക്കട്ടെ. യൂദയും യാക്കോബും നിമിത്തമല്ല മറിയയും യോസെഫും ഫേമസ് ആയത്. ഓ കേട്ടില്ല. യൂദയും യാക്കോബും മറ്റു മക്കളും നിമിത്തമല്ല മറിയയും യോസെഫും ഫേമസ് ആയത്. മൂത്ത പുത്രനായ യേശു നിർത്തുമെങ്കിൽ 4 പേർ കൂടുന്ന പട്ടണവാതിക്കൽ നിന്റെ തല കുനിയിപ്പിക്കുന്ന കുട്ടിയല്ല ഇത്, നിന്റെ തലയെ ഉയർത്തിപ്പിക്കുന്ന കുഞ്ഞായിരിക്കുമത്. മക്കളെ, എഴുതിയ എക്സാമിന്മേലും എഴുതാൻ പോകുന്ന എൻട്രൻസ് എക്സാമിന്മേലും നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുകയാണ്. Yes, proper child.
വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. ഖമാൺ, ആരെങ്കിലും പറഞ്ഞാട്ടെ. ബൈബിൾ വായിക്കുന്ന ആരും വന്നിട്ടില്ലല്ലോ. ഖമാൺ, ബൈബിൾ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഖമാൺ ശബ്ദം ഉയർത്തി പറയാം. സ്തോത്രം. പിന്നെ പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ഇത്ര വലിയ വില കൊടുത്തല്ലോ, മനുഷ്യൻ നിന്നെ ഫറവോനെ പോലെ പിരമിഡിൽ അടക്കണ്ട. മനുഷ്യന്റെ ഏറ്റവും വലിയ അടക്കം അതെ പിരമിഡിൽ അടക്കും. എന്നാൽ ദൈവം പറഞ്ഞു, വേറെ ആർക്കും ചെയ്യാത്തത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുകയാണ്, ഞാൻ നിന്നെ അടക്കും. കമാൺ, ആരോടാ ഞാൻ പറഞ്ഞത്? ഏത് വില കൊടുത്ത് യേശുപ്പച്ചനെ സേവിക്കാൻ വേണ്ടി നീ ഇറങ്ങിയോ, അതിനേക്കാൾ ശ്രേഷ്ഠമായി അവൻ നിന്നെ നടത്തുമെന്ന് കേട്ടോ. ഹല്ലേലൂയ, ഹാൾ ഓഫ് ഫെയിം. ഒരു സഹോദരി കടന്നു വന്ന് ഫീമെയിൽ വോയിസിൽ പ്രകാരം പറഞ്ഞു, ഹാൾ ഓഫ് ഫെയിം ഈ ലിസ്റ്റിൽ വരാൻ എനിക്കൊരു യോഗ്യതയില്ലായിരുന്നു. ഞാൻ യെരിഹോവിൽ വളരെ കുപ്രസിദ്ധി നേടിയവളാണ്. ബൈബിൾ വായിച്ചാലല്ലേ സ്തോത്രം പറയാൻ പറ്റൂ. ഞാൻ യെരിഹോവിൽ വളരെ കുപ്രസിദ്ധി നേടിയവളാണ്. പക്ഷെ എൻ്റെ ജനലിൽ ഒരു ദിവസം ഒരു ചുവപ്പ് റിബണെ ഞാൻ കെട്ടി. ഞാൻ ഒത്തിരി പുരുഷന്മാർക്ക് വേണ്ടി ഡോറ് തുറന്നു കൊടുത്ത് കം കം എന്ന് പറഞ്ഞവളാണ്. പക്ഷെ ഒരു ദിവസം എൻ്റെ ജനലിൽ ചുവപ്പ് നാട കെട്ടിയപ്പോൾ, റെഡ് ദാറ്റ് ഓൾവേസ് സ്റ്റാൻഡ്സ് ഫോർ ദ ബ്ലഡ് ഓഫ് ജീസസ്, ചുവപ്പ് അത് യേശുവിൻ്റെ രക്തത്തെ കുറിക്കുന്ന. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യേശുവിൻ്റെ രക്തം. അങ്ങനെയല്ല, നന്നാ വിളിച്ചു പറ, ആരോഗ്യത്തോടെ പറ, അധികാരത്തോടെ പറ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ചിഹ്നമാകുന്ന ആ ചുവപ്പ് നാട് ആ ജനലിൽ കെട്ടിയപ്പോ ആ പട്ടണത്തിൻ്റെ ഫേമസ് ഹാരോൾഡ്, ആ പട്ടണത്തിൻ്റെ ഫേമസ് വേശ്യ രാഹബ്, ഉന്നതന്മാരുടെ ലിസ്റ്റിൽ അവളുടെ പേരും ഇതാ കയറുകയുണ്ടായി. ദൂത് ഇതാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അർഹതയില്ലാത്തവരുടെ കൂടെ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. അർഹതയില്ലാത്തവരുടെ കൂടെ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. അർഹതയില്ലാത്തവരുടെ നടുവിൽ നിനക്കൊരു ഇരിപ്പിടമുണ്ട്. ആ ലിസ്റ്റിൽ നിന്റെ പേരിനെ കർത്താവ് ഇരുത്തുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അൺഡിസേർവ്ഡ് പ്ലേസസിൽ ഇത്രത്തോളം വരുവാൻ ഞാൻ എന്തുമാത്രം കർത്താവേ എന്ന് പറയത്തക്ക വിധത്തിൽ ഒരിക്കൽ കൂടെ നിന്നെക്കാൾ പഠിച്ചവരുണ്ടായിരുന്നു, നിന്നെക്കാൾ എഴുതിയവരുണ്ടായിരുന്നു, നിന്നെക്കാൾ മാർക്ക് കിട്ടിയവരുണ്ടായിരുന്നു, നിന്നെക്കാൾ തലയും കുത്തി നിന്ന് ശ്രമിച്ചവരുണ്ടായിരുന്നു, നിന്നെക്കാൾ റെക്കമെൻഡേഷൻ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷേ മീഡിയ പറയുന്നത് പോലെ അല്ല, മനുഷ്യൻ തീരുമാനിക്കുന്നത് പോലെയല്ല. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നോ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ ഒരു എൻട്രി. ഹാൾ ഓഫ് ഫെയിമിൽ രാഘബ് എന്ന വേശ്യ കടന്നുകൂടുകയുണ്ടായി. സ്തോത്രം. 9 എനിക്ക് പറയാനുള്ളത്, അടുത്ത രാത്രിയിൽ കാഹളവും പിടിച്ചു നിൽക്കുന്ന 3-ാം യാമത്തിൽ കാഹളമൂതിയതായ ഒരു 300 പേരും എൻ്റെ കൂടെ നിന്നതായ ഒരു ഗിദിയോനുമാണ്. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ. സ്തോത്രം. നിങ്ങളുടെ കയ്യിലൊരു കാഹളമുണ്ട്. പറഞ്ഞേ, നിങ്ങളുടെ കയ്യിലൊരു കാഹളമുണ്ട്. അത് പ്രാർത്ഥനയായിരിക്കാം, അത് ആരാധനയായിരിക്കാം, അത് സ്തുതിയായിരിക്കാം. ഒരിക്കൽ കൂടെ, അത് പ്രാർത്ഥനയായിരിക്കാം, അത് ആരാധനയാകാം, അത് സ്തുതിയാകാം. അതിങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, കുറച്ചുകൂടെ ശബ്ദത്തിൽ പറയേണ്ടതാണ്. കാരണം ആ കാഹളത്തെ ഇന്ന് പകൽക്കാലം കർത്താവ് ട്യൂൺ ചെയ്യുകയാണ്. അതിൻ്റെ ക്ലാവുകളെ, അതിൻ്റെ പൊടിയെ, അഴുക്കിനെ ഇന്ന് പകൽ കർത്താവ് മാറ്റുവാൻ വേണ്ടി പോകുന്നു. കാരണം പട്ടണത്തിൽ അന്ധകാരത്തിൻ്റെ പാളയത്തിന് പാച്ചിൽ തുടങ്ങാൻ നേരം അടുത്തിരിക്കുന്നു. ശത്രുവിൻ്റെ പാളയത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ആരോടാ ഇന്ന് പകൽ ഞാൻ പ്രവചിക്കുന്നത്? നിനക്കെതിരെ ഗൂഢാലോചന നടത്തിയവർ ഈ ആഴ്ചയിൽ തമ്മിൽ വെട്ടി തകരുന്നത് നീ കാണുവാൻ പോകുകയാണ്.
300 പേർ, ഒരു ഗിദിയോന് 300 പേർ. അതിന്റെ പേരാണ് ലവ് ആർമി. അതൊരു സൈന്യമാണ്, അതൊരു ആർമിയുമാണ്. ഒത്തിരി ആർമിയുണ്ട്, പക്ഷെ ഈ ആർമിയുടെ പ്രത്യേകത ലവ് ആർമി, സ്നേഹ സൈന്യം. സ്തോത്രം. എൻ്റെ വേദപുസ്തകം പറയുന്നു, തൊട്ടടുത്തൊരു ബാരാക്കുണ്ട്. ബാരാക്ക്, ആ ബാരാക്കിനെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു കമ്പനിയെ ദൈവം കൊടുക്കുകയുണ്ടായി. ഒരിക്കൽ കൂടെ സ്തോത്രം. അതെ, ജയിക്കാൻ സാധ്യതയില്ലാത്ത, ഞാൻ ആവർത്തിക്കുന്നു, ജയിപ്പാൻ സാധ്യതയില്ലാത്തതായ വ്യക്തിയെ ഒരു ഹിസ്റ്റോറിക് ബ്രേക്ക് ത്രൂവിന് വേണ്ടി, ഒരു വലിയ ജയത്തിന് വേണ്ടി ജയിപ്പിപ്പാൻ ഒരു റൈറ്റ് ഫെലോഷിപ്പിനെ, റൈറ്റ് വ്യക്തിത്വങ്ങളെ കർത്താവ് കണക്ട് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ആ ബാരാക്ക് ജയിപ്പാൻ വേണ്ടി അവനെ കണക്ട് ചെയ്യിപ്പിച്ച വ്യക്തിയായിരുന്നു ദെബോര. ഉറങ്ങിയിരിക്കുന്നവർ ദലീല എന്ന് ദയവായി എഴുതിയെടുക്കല്. കമോൺ, സ്തോത്രം. ദലീല നിന്നെ പൊളിക്കും, ദെബോര നിന്നെ ജയിപ്പിക്കും. ഈ ദൂതനും വെളിപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. ദൈവം നടാത്തതെല്ലാം വേരോടെ പറഞ്ഞു പോകും. യേശുപ്പച്ചനില്ലാത്ത എല്ലാ പ്രേമവും കാമവും യേശുവിന്റെ നാമത്തിൽ വേരോടെ പറഞ്ഞു പോകട്ടെ. ദലീലയ്ക്ക് പോകാം, എല്ലാ ദലീലയും പോകട്ടെ. പകരം ദെബോര വെൽക്കം. ഓ കം ഓൺ, ഹല്ലേലൂയ. ലവ് ഫെലോഷിപ്പ്, ഹാൾ ഓഫ് ഫെയിം. 16 പ്രസംഗമാണ് ഒറ്റ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. സ്തോത്രം. ദലീല പോയി. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നോട് വന്ന് വഴക്ക് ഉണ്ടാക്കില്ല, ഞങ്ങളെ ഇങ്ങനെ ശാസിക്കല്ല. എൻ്റെ ഗേൾ ഫ്രണ്ട് പോയി, എൻ്റെ ബോയ് ഫ്രണ്ട് പോയി. ചിലത് പോകുന്നത് മക്കളെ നിനക്ക് ഭയങ്കര വിടുതലാണ്. ചിലർ ദയനീയമായി എന്നെ നോക്കുന്നു. ലവ് ഫെലോഷിപ്പ് പദ്ധതിയുള്ളവർ നീയുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ആഴ്ച ചില അധ്യാപകർ നീയുമായി കണക്ട് ചെയ്യും, ചില ബിസിനസ്സുകാർ നീയുമായി കണക്ട് ചെയ്യും. നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിൽ ചില വ്യക്തികൾ നിന്നെ കണക്ട് ചെയ്യും. ആ ദെബോര നീയുമായി കണക്ട് ചെയ്യുന്നതുണ്ടല്ലോ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അതേ ദൈവസഭയ്ക്ക് അനുഗ്രഹമാകുന്ന ഒരു ജയം, ഒരു ഹിസ്റ്റോറിക് ജയം, ഒരു ഹിസ്റ്റോറിക് ബ്രേക്ക് ത്രൂ അതേ നിന്നെ നടക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. സ്നേഹം കൊണ്ടുവരുന്ന ഒരു ബലമുണ്ട്. അതായിരുന്നു ശിംശോൻ. എന്തൊരു ബലമാ! അർദ്ധരാത്രിയിൽ ഉറങ്ങി എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ എന്തൊരു ബലമാണ് ശിംശോൻ്റെ ബലം. ലവ്, ദൈവ സ്നേഹം കൊണ്ടുവന്ന ഒരു ബലമുണ്ട്. ബലഹീനതയോടെ വന്ന എല്ലാവരും ഇന്ന് പകൽക്കാലം ബലപ്പെട്ടു പോകട്ടെ. എല്ലാ ബലഹീനതകൾ, മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന, ശരീരം ക്ഷീണിച്ചിരിക്കുന്ന സകല ബലഹീനതകൾക്ക് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാം. അർദ്ധരാത്രിയിലും എഴുന്നേറ്റ ശിംശോൻ, അർദ്ധരാത്രിയിലും ബലത്തോടെ എഴുന്നേൽക്കാൻ ചിലരെ കർത്താവ് ഇന്ന് പകൽ ബലപ്പെടുത്തുന്നു. അർദ്ധരാത്രിയിൽ മുട്ടുമേൽ നിൽക്കുവാൻ, പട്ടണവാതിൽക്കളെ പറിച്ചെടുക്കുവാൻ, അർദ്ധരാത്രിയിൽ പാതാള ഗോപുരങ്ങളെ പറിച്ചെടുത്ത് ജയത്തിലേക്ക് ശുശ്രൂഷകളെ തിരികുവാൻ, ബലത്തോടെ എഴുന്നേൽക്കുവാൻ സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് ചിലതിന് മേൽ കർത്താവ് വെളിപ്പെടുത്തുന്നു. ശിംശോന്റെ മേൽ വെളിപ്പെട്ടതായ ദൈവത്തിൻ്റെ ബലം നേരമില്ല പറവാൻ. 13-ാമതായി സ്തോത്രം, ദാവീദ് എന്ന് പറയുന്ന ഒരു ജയന്റ് കില്ലർ. സ്തോത്രം. സ്നേഹത്തിൽ വെളിപ്പെട്ടതായ ഒരു ഹിസ്റ്റോറിക് ബ്രേക്ക് ത്രൂ. അതേ സ്തോത്രം. ദാവീദ് എന്ന് പറയുന്ന ചെറുക്കൻ, അവൻ 17-ാമത്തെ വയസ്സിൽ, ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ട്, 17-ാമത്തെ വയസ്സിൽ സ്തോത്രം അവൻ ജയന്റ് കില്ലറായി. നിൻ്റെ മക്കൾ 17-ാമത്തെ വയസ്സാകുമ്പോൾ തന്നെ ഇന്ത്യൻ ചർച്ചിൽ ജയന്റ് കില്ലറായി തല ഉയർത്തി ദൈവകൃപയാൽ നിൽക്കട്ടെ. കമോൺ, കേട്ടവർ ആമേൻ പറ. 17-ാമത്തെ വയസ്സിൽ യോസെഫ് സ്വപ്നം കണ്ടു. 17-ാമത്തെ വയസ്സിൽ ദാവീദ് ഗോലിയാത്തിന്റെ തലയെ വെട്ടിയെടുത്തു. കൊളസ്ട്രോൾ വന്ന്, ഡയബറ്റിക് വന്നതിന് ശേഷമല്ല കർത്താവ് നിന്നെ കയ്യിലെടുക്കുന്നത്. എല്ലാ ഈഗിൾ വിങ്സും ഇന്ന് പകൽക്കാലം കേൾക്കണം. നിന്റെ ശുശ്രൂഷ, നിന്റെ 12-ാമത്തെ വയസ്സിൽ യേശുപ്പച്ചൻ ദേവാലയത്തിൽ ഇരുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ടീനേജ്
നിന്റെ ടീനേജ് പരിഭവം പരിപാടിയും കർത്താവിന് വേണ്ടിയാകട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. 15 ഒരു സാമുവേൽ, ദാൻ മുതൽ ബെർശേബ വരെ സ്തോത്രം അതെ ശുശ്രൂഷിച്ച് നടന്നതായ ഒരു സാമുവേൽ. സാമുവേലിന്റെ പ്രത്യേകത എന്താണ്? ഹി ഈസ് ദ ലൗഡ് ട്രെൻഡ് മേക്കർ. പുതിയൊരു രീതി പുള്ളി കൊണ്ടുവന്നു. ഹി വാസ് എ ട്രെൻഡ് മേക്കർ. അയ്യോ കമോൺ, പുതിയൊരു ട്രെൻഡാണ് പുള്ളി കൊണ്ടുവന്നത്. അടുത്തിരിക്കുന്ന രണ്ടുപേരെ തൊട്ട് പറ, പുതിയ രീതികളുണ്ട്. പറഞ്ഞാട്ടെ, പുതിയ രീതികൾ. കേരളത്തിലെ ദൈവസഭ കണ്ടിട്ടില്ലാത്ത പുതിയ ട്രെൻഡ് വെളിപ്പെടട്ടെ. ഇന്ത്യൻ ചർച്ചിന് പുതിയൊരു ഇവാഞ്ചലിസത്തിന്റെ ട്രെൻഡ് കൊണ്ടുവരുവാൻ വാതർന്ന് സ്തോത്രം പറയാതീനമേ. ഹല്ലേലൂയ. പുതിയൊരു ട്രെൻഡ് മിനിസ്ട്രിയിൽ, സുവിശേഷീകരണത്തിൽ സ്തോത്രം പുതിയൊരു ട്രെൻഡ് കൂടെ. കാരണം എങ്ങനെ പരമാന്തം ഗുണം കഴിക്കും? അതുവരെ ചർച്ചനെ അറിയാമെന്നുള്ളത് പുരോഹിതന്മാരെ ആയിരുന്നു, അതുവരെ ചർച്ചനെ അറിയാമെന്നുള്ളത് പ്രവാചകന്മാരെയായിരുന്നു. പക്ഷേ ഈ ഹന്നയുടെ മോൻ ശമൂവേലിൻ്റെ തൈലക്കൊമ്പിൽ നിന്ന് ഉതിർന്നു വീണതായ അഭിഷേക തൈലം അതുവരെ കണ്ടിട്ടില്ലാത്ത രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു എങ്കിൽ, അതുവരെ കണ്ടിട്ടില്ലാത്ത രാജാക്കന്മാരെ എഴുന്നേൽപ്പിച്ചെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നോണോ? ഇതുവരെ എഴുന്നേറ്റിട്ടില്ലാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ട്രെൻഡുകൾ വെളിപ്പാടിന്റെ മണ്ഡലത്തിൽ ജനിക്കട്ടെ. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. പോരാ, ഒരിക്കൽ കൂടെ. ഹല്ലേലൂയ. 15 പേരെ കുറിച്ച് ഞാൻ പറഞ്ഞു, പക്ഷെ ഒരമ്മച്ചിയെ ഞാൻ വിട്ടു. സ്തോത്രം. 5-ാമതായി നിങ്ങൾ എഴുതേണ്ടതായിരുന്നു. 5-ാമത്തെ സ്തോത്രം ആളായിരുന്നു എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ 5-ാമതായി കാണപ്പെടേണ്ട ആളായിരുന്നു സാറ. എന്താ സാറയുടെ പ്രത്യേകത? ഈ ലിസ്റ്റിൽ 2 പേരേ ഉള്ളൂ. ഒന്ന് രാഹബും മറ്റൊന്ന് സാറയും. സ്തോത്രം. എന്താ സാറ? സ്തോത്രം. സാറയുടെ പ്രത്യേകത എന്താണ്? സാറയുടെ പ്രത്യേകത, സാറയെക്കുറിച്ച് തിരുവചനം പറയുന്നു. എബ്രായലേഖനം സ്തോത്രം 11-ാം അധ്യായം അതിൻ്റെ എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. റിയലി? വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അർത്ഥം, ഇന്ന് പകൽക്കാലം നല്ല സ്തോത്രം പറഞ്ഞ് കേട്ടിരുന്നാട്ടെ, ഈ ഒരക്ഷരം പോലും പാഴാകാൻ പാടില്ല. നിന്റെ നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോവാ. കാരണം ഒരു ദിവസം ദൈവത്തിൻ്റെ ദൂതൻ, ബാക്കി ഉൽപ്പത്തി ദിവസം വീട്ടിൽ പോയി വായിച്ചു നോക്കുക. ഒരു ദിവസം കർത്താവ് അവളെ സന്ദർശിച്ചു. കർത്താവ് പറഞ്ഞ, അടുത്ത വർഷം ഈ നേരമാകുമ്പോൾ നിനക്ക് ഞാൻ കുഞ്ഞിനെ തരും, വാഗ്ദത്ത സന്തതി ജനിക്കുക. തൊട്ടടുത്ത അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, അബിമലേക്ക് അവളെ കണ്ട് അവളെ അടിച്ചിട്ട് പോയി. അബിമലേക്ക് ഈ അമ്മച്ചിയെ ഈ സഹോദരിയെ സാറയെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. റിയലി? ഞാൻ നോക്കി, എത്രാമത്തെ വയസ്സിൽ അബിമലേക്ക് അവളെ അടിച്ചു മാറ്റി. അബിമലേക്ക് എന്ന് പറഞ്ഞാൽ ആ റീജൻ്റെ രാജാവായിരുന്നു. സമൂതിരിയ എന്ന് പറയുന്നത് പോലെ പല അബിമലേക്ക്. അബ്രഹാമിൻ്റെ കാലത്ത് വേറൊരു അബിമലേക്കായിരുന്നു, ഇപ്പോൾ മറ്റൊരു അബിമലേക്ക് ഈ അമ്മച്ചിയെ അടിച്ചിട്ട് പോയി. സ്തോത്രം. എത്രാമത്തെ വയസ്സില്ലെന്നറിയോ? 50 കഴിഞ്ഞ് എല്ലാവരും സൂക്ഷിച്ചോ, പറയാം. എത്രാമത്തെ വയസ്സിലെന്നറിയോ അബിമലേക്ക്? പറ, എത്രാമത്തെ വയസ്സ്? പറ 60ഓ? 69ഓ? 55ഓ? ഹല്ലേലൂയ. പെൻഷനാണ് 55-ൽ. പക്ഷെ അപ്പോഴാണ് കർത്താവ് തുടങ്ങിയത് മക്കളെ. കേരള ഗവൺമെൻറ് പെൻഷനാക്കി വീട്ടിലിരുത്തുമ്പോഴാണ് തമ്പുരാൻ പറയുന്നത്, അടുത്ത അസൈൻമെൻറ്റ് ഇതാ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 89-90 വയസ്സ് പ്രായമുള്ളപ്പോൾ, ആൾമോസ്റ്റ് 90, മിക്കവാറും ഡിക്ഷണറി നോക്കുന്നത് നാട്ടുരാജാവ് എവളെ പോക്കിയത് 90 വയസ്സ് പ്രായം ഉള്ളപ്പോൾ. അതിനർത്ഥം അവളെ ഉണങ്ങിയ ആ സ്തോത്രം മുഖവും ഉപ്പുമാങ്ങ പോലെയുള്ളതായ മുഖമൊക്കെ കർത്താവിൻ്റെ സന്ദർശനത്തിൽ മാറി അവളെ അവയവങ്ങൾ ബലപ്പെട്ട് അവളെ 30കളുടെയോ 20കളുടെയോ ആരോഗ്യം ദൈവം തിരികെ കൊടുത്തെങ്കിൽ
ഒരിക്കൽ കൂടെ 30കളുടെ ആരോഗ്യം അല്ലെങ്കിൽ 20കളുടെ ആരോഗ്യം ദൈവം അവൾക്ക് തിരികെ കൊടുത്തു എങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രായം കൊണ്ടുവന്നതായ സകല വിധത്തിലുള്ള ഉണക്കിനും ഇന്ന് പകൽക്കാലം നിന്റെ അസ്ഥികളിൽ നിന്ന് മാംസത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാം. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. 3 പേരെ തൊട്ട് പറ, പ്രായം ഒരു സംഖ്യ മാത്രമാണ്. പെട്ടെന്ന് പറഞ്ഞേ, പ്രായം ഒരു സംഖ്യ മാത്രമാണ്. പറ ആൻറ്റിയെ, തൊടാതിരിക്കുന്ന ആദ്യം വന്ന ആൻറ്റിയെ തൊട്ട് പറ, പ്രായം ഒരു സംഖ്യ മാത്രമാണ്. നിന്റെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ ദൈവം നിനക്ക് തിരികെ നൽകാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹാലലുയ. മറ്റേ സോപ്പിൻ്റെയും പൗഡറിൻ്റെയും അഡ്വർടൈസ്മെൻ്റ് അല്ല ഞാൻ പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരുത്തുന്ന, നിന്റെ യൗവന കഴുകനെ പോലെ പുതി വരുത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പെയിൻ തന്ന, പ്രഷർ തന്ന, മെന്റൽ ഡ്രോമ തന്ന, ശരീരത്തിന്റെ സകല തിന്മകളെ, ത്വക്കിന്റെ സകല തിന്മകളെ, അവയവങ്ങളുടെ സകല ഉണക്കുകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കമാൺ, ശബ്ദമുയർത്തി 30 സെക്കൻഡ് ആത്മനിറവിൽ ജനം ദൈവത്തെ സ്തുതിച്ചേ. അബിമേലെക്ക് അവളെ അടിച്ചു മാറ്റിയപ്പോൾ ഈ പുള്ളിക്കാരി ഭയപ്പെട്ടില്ല. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അബിമേലെക്ക് 90-ാമത്തെ വയസ്സിൽ അവളെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി, അയ്യോ നാട്ടുരാജാവല്ലയോ എന്ന് പറഞ്ഞ് അവൾ ഭയപ്പെട്ടില്ല. അവൾ പറഞ്ഞു, ഇവനെന്നെ തൊടാൻ പറ്റത്തില്ല, ഇവനെന്നെ തൊടാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്നറിയോ? ഞാൻ ജീവിക്കേണ്ടത് പോലെയാ ജീവിച്ചത്. ഞാൻ കഴിയേണ്ടത് പോലെയാ കഴിഞ്ഞത്. ഞാൻ വിശ്വസിക്കേണ്ടത് പോലെയാ വിശ്വസിച്ചത്. അവനെന്നെ തൊടാൻ പറ്റത്തില്ല. അങ്ങനെ സാർ അബ്രഹാമിനെ യജമാനെ വിളിച്ച്, യജമാനെ എന്ന് അബ്രഹാമിനെ വിളിച്ചത്, അല്ല നാട്ടിൽ കിടന്ന വല്ലവനെ അല്ല, യജമാനെ. കമാൻ, വിളിക്കേണ്ടവനെ വിളിക്കേണ്ടവനെ വിളിക്കേണ്ടത് പോലെ വിളിച്ച് ജീവിച്ചത് കൊണ്ട് നന്മ ചെയ്ത യാതൊരു ഭീഷണിയും പേടിച്ചില്ല. അബീമേലെക്കിന്റെ യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. കാരണം സ്തോത്രം, യവൻ എന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം മേലത്തെ ദൈവം പറഞ്ഞു, യവൻ ലോക്കലാണ്. മേലത്തെ ദൈവം പറഞ്ഞു, ഈ ലോക്കലിൽ നിന്ന് കേൾക്കുന്ന നടക്കത്തില്ല കുട്ടി. കർത്താവ് അതിനെ കീറി വേസ്റ്റ് ബോക്സിൽ കളയുന്ന നല്ലൊരു സീസണില്ല. ഭീഷണികളൊന്നും നിലനിൽക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ സകല ഭീഷണികളെ ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 16 കാര്യങ്ങളാണ് നിങ്ങൾക്ക് എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ കാണുവാൻ തക്കോണം കഴിയുന്നത്. ഈ 16 കാര്യങ്ങൾ പ്ലസ് ഉള്ള കാര്യങ്ങൾ അതിന് മുൻപ് അതിന് ശേഷവും പറഞ്ഞിട്ട് സ്തോത്രം, എബ്രായലേഖന കർത്താവ് ഇപ്രകാരം പറയുന്നു. സ്തോത്രം, നിങ്ങൾ ഫാസിനേറ്റഡ് ആകേണ്ടത്, നിങ്ങൾ അട്രാക്റ്റഡ് ആകേണ്ടത് സ്തോത്രം ഇതിലൊന്നും അല്ല. ഇവരാരും തോറ്റവരല്ല, ഇവരെല്ലാവരും ജയിച്ചവരാണ്. പറഞ്ഞാട്ടെ, ഇവരാരും തോറ്റവരല്ല. പിന്നെ എന്താണ്? കർത്താവുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരുത്തനും തോക്കത്തില്ല. കർത്താവുമായി കണക്ട് ചെയ്ത് ജീവിക്കുന്ന എല്ലാവരും ജയിക്കും. നിനക്ക് മുമ്പേ പോയവർ തോറ്റവരായിരിക്കാം, പക്ഷെ ആ ലിസ്റ്റിൽ നിന്റെ പേരില്ല. നിന്റെ ലിസ്റ്റ് ജയിച്ചവരുടെ പേരിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എഡ്മണ്ട് ഹിലാരി ടെൻസിങ് സ്തോത്രം, ഹിമാലയം കയറുമ്പോൾ, എവറസ്റ്റ് കയറുമ്പോൾ അവർക്ക് പറവാൻ കഴിയും. ഞങ്ങൾക്ക് മുൻപേ പോയ 100 കണക്കിന് ആൾക്കാർ വീണു, പലരും മരിച്ചു, ചിലരുടെ ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല, ചിലർ സ്തോത്രം മലയിടക്കിൽ പോയി. പക്ഷേ അവന് പറ്റിയത് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന ഹോപ്പിൽ, എന്ന വിശ്വാസത്തിൽ അല്ലെങ്കിൽ പ്രത്യാശയിൽ ഞങ്ങളിതാ കയറുകയാണ്. കമോൺ, അങ്ങനെയുള്ള ഒരു ഹോപ്പ്, അങ്ങനെയുള്ള ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. സ്തോത്രം. അതെ, മറ്റവന് പറ്റിയത് നിനക്ക് പറ്റത്തില്ല. നിന്റെ മുമ്പേ പോയവൻ തടയപ്പെട്ട് കാണും, മുമ്പേ പോയവന് പിശാച് വെട്ടിക്കാണും. പക്ഷെ ഇൻ ദ നെയിം ഓഫ് ജീസസ്, നിനക്ക് മുൻപേ ആ സ്ഥാനത്തിരുന്നവന് ഉണ്ടായ ആക്രമണം, ആയുധം നിന്നെ തൊടുകയില്ല. ഹല്ലേലൂയ. സോ എഡ്മണ്ട് ഹിലാരി ടെൻസിങ്ങിനെയും കൊണ്ട് പോകുമ്പോൾ സ്തോത്രം ഡെഡ് ബോഡികൾ കണ്ടു കാണും. നേരത്തെ പോയി മരിച്ചു പോയവരുടെ തലയോടിയും അസ്ഥിയും ചെതറിക്കിടക്കുന്നത് കണ്ടു കാണും. പക്ഷേ ആ തലയോടിക്കും ആ അസ്ഥിയും കണ്ടിട്ട് അയ്യോ എനിക്ക് പേടിയാവുന്നു, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞില്ല. നോ ടേണിങ് ബാക്ക്, നോ ടേണിങ് ബാക്ക്. കമാൺ. ഞാൻ വിചാരിച്ച ആരെങ്കിലും എനിക്ക് കമ്പനി തരുമെന്നാ.
നോ ടേണിംഗ് ബാക്ക്. തോംസൺ എന്തിയെ? നോ ടേണിംഗ് ബാക്ക്. കം ഓൺ, ഹല്ലേലൂയ. എന്നെ വിളിച്ച എൻ്റെ കർത്താവ് എനിക്ക് മുമ്പേ പോകുന്നത് കൊണ്ട്, എന്നെ വിളിച്ച എൻ്റെ ഹീറോ, എൻ്റെ തമ്പുരാൻ, എൻ്റെ തമ്പുരാൻ, എൻ്റെ തമ്പുരാൻ, എൻ്റെ തമ്പുരാൻ എനിക്ക് മുമ്പേ പോകുന്നത് കൊണ്ട് എനിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ഓ കം ഓൺ, ഹല്ലേലൂയ. Let me preach how I am preaching in the black churches. എൻ്റെ തമ്പുരാൻ എനിക്ക് മുൻപേ പോകുന്നത് കൊണ്ട് എനിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. ഞാൻ കയറിയ ബസ്സിന് റിവേഴ്സ് ഗിയർ ഉണ്ട്, ഞാൻ വന്ന കാറിന് റിവേഴ്സ് ഗിയർ ഉണ്ട്. 3 പേരെ തൊട്ട് പറയും, എനിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല, എനിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. നിന്റെ ജീവിതം പിന്നോട്ടല്ല, നിന്റെ ജീവിതം മുന്നോട്ടാണ്. അതുകൊണ്ട് പ്രവചിച്ചു പാടിയാട്ടെ, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. കം ഓൺ, ശബ്ദം ഉയർത്തി, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ വാടി, കഴിഞ്ഞ ആഴ്ച ഞാൻ ചിന്തിച്ചു എന്തോ ചെയ്യുമെന്ന്. കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ഒറ്റക്കല്ലയോ, കഴിഞ്ഞ ദിവസം അല്പം വന്ന് വാട്ടമുണ്ടായി. പക്ഷെ കോട്ടത്തിലേക്ക് വീഴാൻ എൻ്റെ ദൈവം സമ്മതിച്ചില്ല. എൻ്റെ ദൈവം പറഞ്ഞു, നോ 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 നോ, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, ഞാൻ നിന്നെ ശക്തിപ്പെടുത്ത്, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള കരത്തിൽ ഞാൻ നിന്നെ ഓടി നടത്ത്. ഓ, ഞാൻ നിനക്ക് മുൻപായി കടന്നു പോയി ദുർഘടങ്ങളെ നിരപ്പാക്ക്. കമാൺ, ആരോടാ ഇന്ന് പകരം ഞാൻ പ്രവചിക്കുന്നത്? ഞാൻ നിനക്ക് മുൻപായി കടന്നു പോയി ഇരുമ്പോടാമ്പലുകളെ തകർക്ക്. നിന്റെ അപ്പന് തുറക്കാത്ത വാതില്, നിന്റെ കുടുംബക്കാർ കണ്ടിട്ടില്ലാത്തതായ വഴികള് എനിക്ക് നിന്റെ മുൻപിൽ തുറക്കേണ്ടതായിട്ടുണ്ട്. ശാപത്തിന് നിന്നെ തടയുവാൻ കഴിയത്തില്ല, ബന്ധനങ്ങൾക്ക് നിന്നെ ഒടുക്കുവാൻ കഴിയത്തില്ല, ദുർഭൂതങ്ങൾക്ക് നിന്നെ തടയുവാൻ കഴിയത്തില്ല. ഇതാ ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുകയാണ്. ഞാൻ നിന്റെ ദൈവമെന്ന് ഇന്ന് പകൽ എന്റെ ജനം അറിഞ്ഞുകൊള്ളട്ടെ. ഞാൻ നിന്റെ തമ്പുരാനെന്ന് ഈ ദിവസങ്ങളിൽ ജനം കാണുവാൻ പോകുന്നു. ഞാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും, ഞാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഞാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നിന്റെ ശത്രുക്കളെ ഞാൻ ചിതറുമാറാക്കും. ഞാൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നവരെ ഏപ്രിൽ ആയിരിക്കും നിനക്ക് മുൻപായി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. നിന്റെ കാര്യം തീരുമാനിക്കുന്ന സ്റ്റേറ്റ് അല്ല, സെന്റർ അല്ല. നിന്റെ കാര്യത്തിന് വേണ്ടി ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും. ഞാൻ എന്തെങ്കിലും ആരംഭിച്ചാൽ പകുതി വഴിയിൽ വെച്ച് ഞാൻ നിർത്തിക്കളയത്തില്ല. ഞാൻ നിന്റെ ആൽഫയാണ്, ഞാൻ നിന്റെ ഓമേഗയാണ്. കമാൻ, വിശ്വസിക്കുന്നവർ ആരാധിച്ച്, ദൈവം നിന്റെ ആൽഫയാണ്, യേശു നിന്റെ ആൽഫയാണ്, അവൻ നിന്റെ ഓമേഗയാണ്. അവൻ എന്തെങ്കിലും ആരംഭിച്ചെങ്കിൽ, അവൻ ശുശ്രൂഷയിൽ എന്തെങ്കിലും ആരംഭിച്ചെങ്കിൽ, അവൻ ജീവിതത്തിൽ എന്തെങ്കിലും ആരംഭിച്ചെങ്കിൽ, അവൻ തലമുറയിൽ എന്തെങ്കിലും ആരംഭിച്ചെങ്കിൽ, അവൻ ആരോഗ്യത്തിൽ എന്തെങ്കിലും ആരംഭിച്ചെങ്കിൽ, അവൻ സമ്പത്തിൽ എന്തെങ്കിലും ആരംഭിച്ചെങ്കിൽ, ആരംഭിച്ചവൻ ആരംഭത്തെക്കാൾ അവസാനത്തെ നല്ലതാക്കി തീർക്കുന്നവനാണ്. ഇന്ന് പകലിതാ ചിലതിന് മേൽ പുതിയ ആരംഭങ്ങൾ. ഈ 30-ാം തീയതി, ഈ മാസം തീരുന്നതിന് മുൻപ് പുതിയ ആരംഭങ്ങൾ സ്വർഗം പറയുന്നു. ഞാൻ പുതിയ ആരംഭങ്ങൾ എന്റെ ജനത്തിന് മേൽ ഞാൻ കൽപ്പിക്കുകയാണ്. പുതിയ ആരംഭങ്ങൾ. കരങ്ങളിൽ അടിച്ചു ആമേൻ പറഞ്ഞേ. അവൻ നിന്റെ ദൈവമാണ്. അവനെ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ഇന്ന് പകൽ ഞാൻ കാണുന്നു, നീ അവനെ നോക്കുമ്പോൾ ഓൾറെഡി അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവനെ നീ നോക്കുമ്പോ ഓൾറെഡി അവന്റെ നോട്ടം നിന്റെ മേൽ വീട് കിടക്കുകയാണ്. ഓ, നോട്ടത്തിന്റെ ഒരു കൂട്ടിമുട്ടൽ ഇന്ന് പകൽ സംഭവിക്കട്ടെ. ശബ്ദമുയർത്തി എന്നെ കാണുന്നവരെ
എന്നെ കാണുന്നവരെ, എന്നെ കാക്കുന്നവരെ, മയങ്ങാത്തവനെ, ഉറങ്ങാത്തവനെ, എന്നെ കാണുന്നവരെ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാതെ എന്നെ കാത്തവനെ, എനിക്ക് ആക്സിഡന്റ് പറ്റാതെ നോക്കിയവനെ, പ്രിമച്വർ ഡെത്ത് എന്റെ വീട്ടിൽ കയറാതെ, പ്രിമച്വർ ഡെത്ത് എന്റെ വീട്ടിൽ കയറാതെ എന്നെ സൂക്ഷിച്ചവനെ, അങ്ങയുടെ നോട്ടം എന്റെ മേലുണ്ട്. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തിയാട്ടെ. ഇന്ന് പകൽ ആരോ ചലിക്കുന്നു. കാരണം ആൾറെഡി സ്വർഗം നിരക്കായി ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്റെ തമ്പുരാൻ എന്റെ ഹീറോയാണ്. ഓ, അവൻ എന്റെ ഹീറോയാണ്. ഒരു ചെറുക്കന്റെ ലഞ്ച് ബോക്സിൽ നിന്ന് വിഭവ സമൃദ്ധമായ സദ്യ നൽകിയവനാണ് എന്റെ തമ്പുരാൻ. കടലിന് മുകളിൽ എനിക്കെതിരെ ഉയർന്ന തിരമാലകളെ ചവിട്ടി താഴ്ത്തി, ചവിട്ടി താഴ്ത്തി, ചവിട്ടി താഴ്ത്തി, എനിക്കെതിരെ ഉയർന്ന തിരമാലകളെ ചവിട്ടി താഴ്ത്തി. ഓ, എന്റെ 4-ാം യാമത്തിൽ എനിക്ക് വേണ്ടി നടന്നവനാണ് എന്റെ തമ്പുരാൻ. അനുഭവിച്ചവരുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച ദൈവത്തെ ആരാധിക്കുക. എന്നെ മുക്കുവാൻ തിരമാലകളെ ഇളക്കിവിട്ട ആ കൊടുങ്കാറ്റിനെ ശാസിച്ചവനാണ് എന്റെ തമ്പുരാൻ. അനുഭവിച്ച കുടുംബങ്ങളെ ദൈവത്തെ ആരാധിച്ച് എനിക്കെതിരെ കൊടുങ്കാറ്റുകളെ തുറന്നു വിട്ടപ്പോ, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാക എന്ന് എന്റെ കാറ്റിനെ ശാസിച്ചവൻ, എനിക്കെതിരെ വന്ന കാറ്റിനെ ശാസിച്ചവൻ. ഓ, എനിക്കൊരു ശുഭയാത്ര ഈ പട്ടണത്തിൽ കൽപ്പിച്ച. ഓ മക്കളെ ആരാധിക്കേ. ഈ പട്ടണത്തിന് എനിക്കൊരു ശുഭത, 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 ശുഭത. ആർക്ക് വേണ്ടേ? ശുഭത, ശുഭയാത്ര കൽപ്പിച്ചവനാണ് എന്റെ തമ്പുരാൻ, എന്റെ തമ്പുരാൻ, എന്റെ തമ്പുരാൻ. യെസ് യെസ് യെസ്. ഇറങ്ങി നടക്കോപ്പാ, ഇറങ്ങി നടക്കും, ഇറങ്ങി നടക്കും. ഈ 30-ാം തീയതി റോ ബൈ റോയായി ഈ ജനത്തെ തൊട്ട് ആരൊക്കെ തൊട്ടവൻ നടക്കുന്നു. ഓ, ഒരു കരം നിന്നെ തൊടുന്നു, ഒരു കരം നിന്നെ തൊടുന്നു, ഒരു കരം നിന്നെ തൊടുന്നു. ഞാൻ കാണുന്നു യേശു നിന്നെ തൊടുകയാണ്. ഞാൻ കാണുന്നു യേശുവിന്റെ കൈ നിന്റെ മേൽ വരികയാണ്. ആരോ എന്നെ തൊട്ടു, ആരോ എന്നെ തൊട്ടു. യെസ്, നിന്റെ ഡയബറ്റിസ് നോർമലാണ്. യെസ് യെസ്, നിന്റെ ട്യൂമറുകൾ മറയുന്നു. യെസ് യെസ് യെസ്, നിന്റെ ട്യൂമറുകൾ മറയുന്നു. നിനക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ ക്യാൻസൽ ആകുന്നു. നിന്റെ ക്യാൻസറുകൾ മറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓൺലൈൻ ആയിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചാട്, യേശുവിന്റെ നാമത്തിൽ. യെസ് യെസ്, അവൻ നിന്റെ തൊട്ട് നടക്കുന്നു. നിന്റെ പൊളിഞ്ഞ സഭയവൻ പണിയുന്നു. നിന്റെ നിന്നുപോയ ശുശ്രൂഷകൾ വീണ്ടും തുറക്കുന്നു. ആത്മീയ ഉറവകൾ വീണ്ടും ഇതാ ഒഴുകുന്നു എന്റെ തമ്പുരാൻ. കരങ്ങളെ അടിച്ച് ആരാധിക്കും മക്കളെ, കരങ്ങളെ അടിച്ച് അന്യഭാഷ പറ. എല്ലാ പോരുകളെ, എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഭത്സിക്കുന്നു. യെസ് 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 യെസ്. പിശാചിന്റെ പ്രവൃത്തികളെ അടിച്ചവനായ എന്റെ തമ്പുരാൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവനായ എന്റെ തമ്പുരാൻ, പഴയ പാമ്പായ ലൂസിഫറിന്റെ തലയെ ക്രൂശിൽ മേൽ വെച്ച് തകർത്ത എന്റെ തമ്പുരാൻ, പഴയ പാമ്പായ സാത്താന്റെ തലയെ കാൽവരി ക്രൂശിൽ മേൽ വെച്ച് തകർത്ത എന്റെ തമ്പുരാൻ. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിച്ച്. ചിലരുടെ അധരങ്ങളിൽ ഇന്ന് പകൽ തീ കർത്താവ് കൽപ്പിക്കുന്നു. ചിലരുടെ അധരങ്ങളിൽ ഇന്ന് പകൽ കർത്താവ് തീ കൽപ്പിക്കുന്നു.